ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്നെ എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിലും നമ്മുടെ ഒരു പുതിയ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് സരിത. ഞാൻ എറണാകുളം കാക്കനാടാണ് ഏകദേശം 2 വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട്. ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് റിസൾട്ട് കിട്ടി ബിസിനസ്സിലേക്ക് വന്ന ആളാണ്. ഇന്ന് ഒരു നമുക്കിന്ന് ക്ലാസ് എടുക്കുന്നത് ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് MC ചെയ്യാൻ എന്നെ ക്ഷണിച്ചതിന് പ്രത്യേകം ഒരു നന്ദി പറയാണ്. എന്തായാലും നമ്മുടെ ഒരു പുതിയൊരു സന്തോഷമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ സേവിയർ സാറിന്റെ ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞ് അതിനൊക്കെ പോയി എല്ലാവരും അടിച്ചു പൊളിച്ചൊക്കെ വന്നു, അതൊക്കെ കണ്ടു. അതൊക്കെ നമ്മുടെ ഈ ബയോട്ടോറിയത്തിൽ നിന്ന് കിട്ടിയ ഒരു അച്ചീവ്മെന്റ് ആണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ട് അതിന്റെ ഒരു ത്രില്ലിൽ സ്റ്റേജാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ബിസിനസ്സിലും അതിൻ്റെതായ മാറ്റങ്ങളും വന്നു തുടങ്ങിയിട്ടുണ്ട് എന്ന് തന്നെ വേണം പറയാനായിട്ട്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഒരു നല്ലൊരു ടോപ്പിക് തന്നെയാണ്. കാരണം ആ ടോപ്പിക് ഇതുവരെ ആരും ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. അത് നമുക്ക് മെയിനായിട്ട് കിട്ടേണ്ടതായിട്ടുള്ള ഒരു ടോപ്പിക് കൂടിയാണ് ശരിക്കും. കാരണം പുതിയതായിട്ട് വരുന്നവരും ഇതിൽ നിൽക്കുന്ന ആൾക്കാരും, പുതിയതായിട്ട് വരുന്നവരെ എടുത്തു പറയേണ്ട ആവശ്യമില്ല. ഇതിൽ നിൽക്കുന്ന പഴയ വ്യക്തികൾക്കും ഉള്ളൊരു ഭയമുണ്ട്. നമുക്ക് നമ്മുടെ ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ അതെങ്ങനെ പറയണം, പറഞ്ഞാൽ അത് അവരെങ്ങനെ മാനേജ് ചെയ്യും, അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, ഇതൊന്നും നമുക്കറിയില്ല. ഇതിനോടൊക്കെ നമുക്കൊരു അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പലരോടും പറയാനായിട്ടുള്ളൊരു മടിയും. അപ്പൊ അവരത് എങ്ങനെ എടുക്കുന്നുള്ള ഒരു ഭയമാണ്. പല രീതിയിലുള്ളൊരു പേടി നമുക്ക് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ബിസിനസ് കുറച്ച് കിട്ടാനും ബുദ്ധിമുട്ടാണ്. നമുക്ക് പറയാൻ പേടിയുള്ളതുകൊണ്ട് പറയാനുമില്ല. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ നമ്മുടെ ഇടയിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്തായാലും അതെല്ലാം പറ്റിയൊരു ടോപ്പിക് തന്നെയാണെന്നുള്ളത്. അപ്പൊ അതെല്ലാം മാറ്റി നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കണം എന്നുള്ളത് തന്നെയാണ്. അപ്പൊ നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനങ്ങൾക്കും നമ്മളുടെ ജീവിതത്തിൽ വലിയൊരു പ്രാധാന്യമുണ്ട്. എന്ത് തീരുമാനം എടുത്താലും അതിൽ പ്രാധാന്യമുണ്ട് അല്ലെ. വിജയിക്കാന്നുള്ള തീരുമാനം എടുത്ത എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിന്റെ പരാജയം തന്നെയാണ്. അപ്പൊ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ. നമുക്ക് ഒരു ചെറിയ ജീവിതമാണുള്ളത്. അത് നല്ല രീതിയിൽ മാക്സിമം അതിനെ ഭയപ്പെടാതെ അതൊക്കെ മാനേജ് ചെയ്ത് മുന്നോട്ട് പോവാ. പറ്റാത്ത തടസ്സങ്ങളൊക്കെയാണോ ഒന്ന് വിട്ടുകളഞ്ഞിരിക്കുക, അത്രയേ ഉള്ളൂ. അപ്പൊ നമ്മളുടെ മൈൻഡ് ഫ്രഷ് ആയിട്ട് നമ്മളെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അതിൽ തന്നെ ഉറച്ച് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുക. അങ്ങോട്ടേക്ക് അത് പ്രാവർത്തികമാക്കാൻ ടീമിന്റെ കൂടി വളർച്ചയ്ക്ക് ആവശ്യമുള്ള ഒരു തീരുമാനം തന്നെയാണ്. നമ്മൾ ഓരോരുത്തരും ഇന്ന് വന്ന വ്യക്തികൾ പോലും ഇതിലൊരു ലീഡർ തന്നെയാണ്. കാരണം അവരും രണ്ടുപേരെ കൊണ്ടുവന്നിട്ടാണ് ക്രൈറ്റീരിയ അച്ചീവ് ചെയ്ത് നിൽക്കുന്നത്. സാറിന് എന്ത് കൊടുത്താലും മതിയാവില്ല ഞങ്ങളുടെ ലീഡറിന് കൊടുക്കാൻ. എല്ലാവരും ചിരിയുടെ രാജകുമാരൻ എന്നൊക്കെ പറയുമ്പോഴും ഞങ്ങളെ കുറെ പേരെ കുട്ടിയാണിക്ക് കൊണ്ടുപോകാൻ വല്ലാതെ കഷ്ടപ്പെടുന്ന വ്യക്തിയാണ് കേട്ടോ അദ്ദേഹം. അപ്പൊ എന്താ പറയാ, ഒരു മീറ്റിങ്ങില് അഭിലാഷ് സാറ് പറഞ്ഞ പോലെ ഈ പട്ടം കെട്ടിയ കുതിരേനെ പോലെ പായണം എന്നൊക്കെ ഒരു മീറ്റിങ്ങിൽ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ അതേപോലെ ആ ഒരു ലക്ഷ്യത്തിലൂടെയാണ് നമ്മുടെ സാറ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഞാൻ അധികം സമയം എടുക്കുന്നില്ല. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ടോപ്പിക്കിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാനായിട്ട് നമ്മുടെ ഗ്രേറ്റ് ലീഡർ, ഞങ്ങളുടെ എല്ലാവരുടെയും എന്താ പറയാ ഹൃദയത്തിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. IBG ടീമിന്റെ ഹാർട്ടാണ് അദ്ദേഹം. അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിന് ഇന്നത്തെ സുപ്രഭാതത്തിലേക്ക് ഇതിലേക്ക് ക്ഷണിക്കാൻ കഴിഞ്ഞതിന് ഞാൻ വളരെ സന്തുഷ്ടയാണ്. അപ്പൊ അദ്ദേഹത്തിനെ ഞാൻ ഹാർദവമായിട്ട് ഇതിലേക്ക് സ്വാഗതം ചെയ്യാണ്. പ്ലീസ് വെൽക്കം യൂനസ് സാർ. ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ് ഓൾ. കുറെ ചിരിച്ച മുഖങ്ങളെ കാണുമ്പോ വളരെയേറെ സന്തോഷം. എന്നെ ഇവിടെ ഭയങ്കരമായിട്ട് പരിചയപ്പെടുത്തി. എന്റെ പേര് യൂണിസ്. സ്വദേശം വരുന്നത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയാണ്. എന്തായാലും സരിത മാഡം ആദ്യം പറഞ്ഞ പോലെ വെട്ടൊന്നും മുറിവ് രണ്ടെന്നുള്ള ഒരു കാഴ്ചപ്പാടിന്റെ ആളായിരുന്നു. അവിടെ നിന്നൊക്കെ നെറ്റ്വർക്കിലേക്ക് വന്ന് ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. പിന്നെ പറഞ്ഞ പോലെ ഒരു ബിസിനസ് എന്താണെന്ന് ഒന്നും അറിയില്ലാത്ത, അല്ലെങ്കിൽ എന്താ പറയേണ്ടതെന്ന് അറിയില്ലാത്ത ഒരാളിൽ നിന്നും ഒരു കൺസെപ്റ്റ് ഏറ്റെടുത്തു. അതിനെ പ്രൊഡക്റ്റിലൂടെ കിട്ടിയ റിസൾട്ട് ആണ് അവരെ ഇതേ രീതിയിൽ ആക്കിയത്. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ പറഞ്ഞാൽ സംസാരിക്കില്ലാത്ത ഒരാള് ഇന്ന് കിട്ടിയാൽ ഞാൻ വിചാരിച്ചു പോയി ഇന്നത്തെ പ്രോഗ്രാം പുള്ളിക്കാരി തന്നെ എടുത്ത് തീർക്കുമെന്ന് പോലും ഞാൻ വിചാരിച്ചു പോയി. അപ്പൊ അതേ രീതിയിൽ സമയം തികയാതെ വരുമ്പോ എന്ന് പോലും ഞാൻ ചിന്തിച്ചു പോയി. അപ്പൊ അതേ രീതിയിൽ സംസാരിക്കാൻ പ്രാപ്തരായി എന്നുള്ളതാണ് വളരെ സന്തോഷം. ഏറ്റവും വലിയ ക്വാളിറ്റി സരിത മാഡത്തിന് എന്ന് പറഞ്ഞാൽ ആർക്കുടെ മുന്നിലും പോയി നമ്മുടെ കാര്യം പ്രസന്റ് ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ്.
ഉമ്മ തോമസിലേക്ക് എത്തിച്ചത് സരിത മേഡാണ്. നമ്മുടെ അതുകൂടാതെ IB ഈഡൻ നമ്മുടെ MB എറണാകുളം MB എത്തിച്ചത് സരിത മേഡാണ്. പോലീസ് ഓഫീസ്, അങ്ങനെ വലിയ വലിയ തലത്തിലാണ് സരിത മേഡത്തിന്റെ പിടുത്തം വരുന്നത്. കയറി ചെന്ന് അവരായിട്ട് സംസാരിച്ച് നമ്പർ മേടിച്ച് അവരുടെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് കൃത്യമായിട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ അതിലേക്ക് എന്നെ എത്തിക്കാൻ ഒരു പേടിയില്ലാത്ത ഒരു ലേഡിയാണ്. അതിൽ എത്തിയതും ഈ പറഞ്ഞ ബയോട്ടോടത്തിൽ എഴുതാം. അപ്പൊ അതുകൊണ്ട് പുള്ളിക്കാരി സംസാരിച്ചപ്പോൾ എനിക്ക് സന്തോഷം കൂടുതൽ തോന്നിയുള്ളൂ. എനിക്ക് സംസാരിക്കാൻ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊരു തോന്നൽ എനിക്ക് വന്നുപോയി. കാരണം എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോരുത്തരും കയറി വരണമല്ലോ. അപ്പൊ ആദ്യത്തെ സാഹചര്യത്തിലൊന്നും ഞാൻ കണ്ടു ചാക്കോ സാറൊക്കെ ടൈമിലേക്ക് നോക്കുന്നുണ്ടായി, സമയം എത്രയായി എന്നൊക്കെ ഞാൻ കണ്ടിരുന്നു. എന്തായാലും വളരെ സന്തോഷം. അപ്പൊ ഇന്നത്തെ ഞാൻ ജസ്റ്റ് ചെറിയൊരു ടോപ്പിക് എടുക്കാന്നുള്ള ഇതിലായിരുന്നു. നമ്മളെല്ലാവരും പല രീതിയിൽ സഞ്ചരിക്കുന്നവരാണ്. പക്ഷെ നമ്മുടെ ഉള്ളിൽ എല്ലാവർക്കും എല്ലാ കാര്യങ്ങൾക്കും ഒരുപാട് കാര്യങ്ങൾ പേടിയുള്ളവരാണ്. എന്തിനൊക്കെ കഴിഞ്ഞാൽ നമ്മളൊരു തമാശ രൂപേണ തൊട്ടതിനും പിടിച്ചതിനും എടുത്തതിനൊക്കെ പേടിക്കുന്ന ഒരു വിഭാഗക്കാരാണ് നമ്മളെല്ലാവരും. പക്ഷെ എനിക്ക് ആ ടോപ്പിക്ക് അവിടം വരെ എത്തിക്കാൻ പറ്റുമെന്നാലും എനിക്കൊരു ഐഡിയ ഇല്ല. മനുഷ്യർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാത്തത് തന്നെ ഒരു പേടി ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണ്. കാരണം അതിയായ ആഗ്രഹങ്ങൾ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. പക്ഷെ അതിനെ അതിജീവിക്കാൻ ആർക്കും പറ്റുന്നില്ല, അല്ലെങ്കിൽ അതിജീവിക്കാൻ പറ്റാത്തൊരു വ്യക്തിയാണ് ഇവിടെ പരാജയപ്പെട്ടു പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം നമ്മളെ ചുറ്റി വലിച്ച് മുറുക്കുന്ന കുറെ ചരടുകളാൽ ബന്ധിക്കപ്പെട്ടവരാണ് നമ്മളെല്ലാവരും. അപ്പൊ ആ ചരടുകളെ ആരെല്ലാം പൊട്ടിച്ച് മാറ്റാൻ തയ്യാറാകുന്നോ, ആ ചരടുകളെ ആരെല്ലാം വിടിയിച്ച് കളയാൻ തയ്യാറാകുന്നോ, ഏത് കാരണത്താൽ എന്ത് ചരടാണോ നമ്മളിലുള്ളത് ആ ചരടുകളെ നമ്മളിൽ നിന്നും അകറ്റാൻ തയ്യാറാകുന്നു, അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അതില് ഒന്നാമത്തെ ഒരു കാര്യം, ഇപ്പൊ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് തോറ്റു പോകുമോ എന്നുള്ള പേടി. അതാണ് മനുഷ്യന്റെ ആദ്യത്തെ പേടി. എന്ത് ചെയ്താലും തോറ്റു പോകും എന്നുള്ള പേടി. ഈ ഒരു പേടി ഉള്ളിടത്തോളം കാലം ഒരു മനുഷ്യന് ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്നുള്ളതാണ്. ഒരു കാര്യം ചെയ്യാൻ സാധ്യമല്ല. കാരണം എന്താ പറയാ, ഒരു പരീക്ഷ എഴുതാൻ തയ്യാറാവാത്ത ഒരവസ്ഥ. പരീക്ഷ എഴുതിയാൽ തോറ്റു പോവോ വിജയിക്കോ എന്നുള്ളൊരു ഉള്ളിലൊരു ഉൾഭയം ഉള്ളിൽ കിടക്കുകയാണ്. അതല്ല എങ്കിൽ ഒരു കളത്തിലിറങ്ങി തോൽവി മുന്നിൽ കണ്ട് കളിച്ച് തോൽക്കും എന്നൊരു ഉറപ്പുള്ള ഒരു യുദ്ധത്തെ അല്ലെങ്കിൽ ഒരു കളിയെ വിജയത്തിലേക്ക് എത്തിക്കുന്ന ഒരു വ്യക്തിയാണ് വിജയിയായി മാറുന്നത്. അപ്പൊ തോൽവിയെ മുന്നിൽ കണ്ടുകൊണ്ട് എന്നാൽ എനിക്ക് ഈ തോൽവിയിൽ നിന്നും വിജയിച്ചേ പറ്റൂ എന്ന് ചിന്തിക്കുന്നിടത്താണ് അവരുടെ വിജയം വരുന്നത്. അതുകൊണ്ട് ആ തോറ്റു പോകുമോ എന്നുള്ള പേടിയുള്ള ഒരു വ്യക്തി ആ ഒരു കാര്യത്തെ മാറ്റി നിർത്തിക്കൊണ്ട് എനിക്കിത് ചെയ്തേ പറ്റൂ, ഇത് ചെയ്ത് എനിക്ക് വിജയിക്കണം എന്നൊരു ചിന്ത ഉള്ളിലോട്ട് വരുന്ന സമയത്ത് അദ്ദേഹത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. ചിലർക്കുള്ള ഒരു പേടിയാണ്, യാത്ര ചെയ്യേണ്ടി വരുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. മനുഷ്യർ മുഴുവനും യാത്ര ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട് എന്തെങ്കിലും കാരണങ്ങൾക്ക് വേണ്ടി. എന്നാൽ അങ്ങനെ യാത്ര ചെയ്യാൻ ശ്രമിക്കുമ്പോ ഞാൻ ഈ കയറുന്ന വണ്ടി എവിടെയെങ്കിലും ഇടിക്കുകയോ അല്ലെങ്കിൽ മറിയോ എന്നുള്ള പേടി കൊണ്ട് ആ യാത്ര ഉപേക്ഷിക്കേണ്ടി വരുന്ന ചില ആളുകളും. കാരണം അതിന് എൻ്റെ കുടുംബത്തിൽ തന്നെ എനിക്ക് ഒരു റിസൾട്ട് മീൻസ് ഒരു മെസ്സേജ് ഉണ്ട്. എൻ്റെ അച്ഛൻ്റെ അനിയന്റെ ഭാര്യ എലീമ എന്ന് പറയും, എലയമ്മ എന്നൊക്കെ പറയുന്നത്. പുള്ളിക്കാരി യാത്ര ചെയ്യില്ല. പുള്ളിക്കാരി അടുത്ത് എവിടെയെങ്കിലും പോകാന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റൂല, വണ്ടി വളവ് തിരിവ്, വണ്ടി ബ്രേക്ക് ചെയ്യും, എനിക്ക് പേടി, ഇങ്ങനെ പറയുന്ന ഒരു ആള് എൻ്റെ കുടുംബത്തിൽ തന്നെയുണ്ട്. അപ്പൊ ഇങ്ങനെ ഉള്ള ആളുകളും ഇവിടെയുണ്ട്. ഇവർക്കൊന്നും സത്യത്തിൽ ജീവിതത്തിൽ ഒന്നും നേടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് കാര്യം. കാരണം വെച്ച് കഴിഞ്ഞാൽ അതേ രീതിയിൽ പേടി നിൽക്കുമ്പോ എന്ത് ചെയ്യാൻ, എവിടെയെങ്കിലും പോകാൻ പറ്റുമോ? എന്നും കൊച്ചാപ്പായിട്ട് വഴക്കാണ്. എന്തെങ്കിലും എവിടെയെങ്കിലും പോണ കാര്യം പറയുമ്പോ തന്നെ ഞാൻ വന്നില്ല, എനിക്ക് പറ്റൂല, എനിക്ക് വണ്ടി പറ്റൂല എന്ന് പറഞ്ഞു. ബസ്സിലൊന്നും ഒട്ടും കയറൂല. ഇപ്പൊ ചെറുക്കൻ കാറ് മേടിച്ചുകൊണ്ട് വല്ലപ്പോഴൊക്കെ കാറിലൊന്ന് കണ്ണടച്ചിരുന്ന് യാത്ര ചെയ്യുന്ന ഒരു ഈ ഇപ്പൊ എനിക്കറിയാവുന്ന ഒരാളാണെങ്കിൽ അങ്ങനത്തെയും ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഇത്തരം പേടികളെയൊന്നും മറികടക്കാൻ സാധിക്കാത്ത ഒരു വ്യക്തിക്കും ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതോടൊപ്പം ചിലരെ സംബന്ധിച്ച്
എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യണം, എന്തെങ്കിലുമൊക്കെ സംരംഭം തുടങ്ങണം എന്ന ചിന്തകൾ ഉള്ളിലേക്ക് വരും. എന്നാൽ അതിനു വേണ്ടി മുടക്കുന്ന മുതൽ മുടക്കായിക്കോട്ടെ, അതല്ലെങ്കിൽ അതിനെടുക്കുന്ന ടൈം എഫേർട്ട് ആയിക്കോട്ടെ, ഇൻഫ്രാസ്ട്രക്ചർ എന്ത് വട്ടവർ എന്ത് തന്നെ അതിനു വേണ്ടി മുടക്കിയാലും ആ ബിസിനസ് പിളരുമോ അല്ലെങ്കിൽ തകർന്നു പോകുമോ, അത് പരാജയപ്പെട്ടു പോകുമോ എന്നുള്ള ചിന്ത ഉള്ള ഒരു വ്യക്തിക്കും അത് ചെയ്യാൻ സാധ്യമല്ല. എന്ത് തന്നെ ആയാലും ഇത് ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ഇപ്പൊ എന്ത് ചെയ്താലും രണ്ടു വശം അതിനുണ്ട്. ഒന്നെങ്കിൽ പരാജയപ്പെടുക, അതല്ലെങ്കിൽ വിജയിക്കുക. ഈ രണ്ട് കാര്യം ഇവിടെ സംഭവിക്കാൻ പോകുന്നുള്ളൂ. അപ്പൊ അതില് ഏതാണോ ചെയ്താൽ മാത്രമാണ് അതിനെ ഫേസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിനെ ചെയ്തുകൊണ്ട് തന്നെ ഫേസ് ചെയ്യുക എന്നുള്ളതാണ്. ചെയ്ത് മനസ്സിലാക്കി എടുക്കുക ഇതിൽ പരാജയമാണോ വിജയമാണോ എന്നുള്ളത്. വിജയിക്കാൻ വേണ്ടി ചെയ്യുക, പരാജയം വരുന്നത് അതൊരു എക്സ്ട്രാ ലേണിംഗ് ആണ്. നമുക്ക് അതിൽ നിന്ന് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി എടുത്തുകൊണ്ട് ആ പരാജയപ്പെട്ട വശങ്ങളെ മാറ്റി നിർത്തുന്ന വീണ്ടും ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, വീണ്ടും ചെയ്യാൻ ശ്രമിക്കുന്നവരും നമ്മള് ആയുധങ്ങളെ മൂർച്ച കൂട്ടുന്ന പോലെ, ഷാർപ്പൺ ചെയ്യുന്നത് പോലെ നമ്മൾ എവിടെയാണോ പരാജയപ്പെട്ടത് ആ പരാജയപ്പെട്ട കാര്യത്തിൽ തന്നെ വീണ്ടും ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വിജയം സുനിശ്ചിതമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല. അത് എല്ലാവർക്കും ഇപ്പൊ എല്ലാവരിലും സംഭവിക്കും. ഇപ്പൊ നമ്മുടെ ബിസിനസ്സുമായിട്ട് കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവരും വലിയ രീതിയിൽ ആളുകൾ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നവരുണ്ട്. അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് ഇപ്പൊ അപ്ലൈൻ ലീഡറേയും ഒക്കെ കണക്ട് ചെയ്ത് വെക്കും. കണക്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ പോകുന്ന സമയത്ത് ചെല്ലുന്നതിന് 10 മിനിറ്റ് മുമ്പായിരിക്കും വിളിച്ചിട്ട് പറയുന്നത്, അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് മുമ്പായിരിക്കും വിളിച്ച് പറഞ്ഞു, അയ്യോ എടി ഇങ്ങോട്ട് വരണം, അല്ലെങ്കിൽ എടാ അല്ലെങ്കിൽ സാർ അത് ഇന്ന് വേണ്ട കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് പിന്നെ കാണാട്ടോ, അല്ലെങ്കിൽ അത് വീട്ടിൽ സംസാരിച്ചിട്ട് അത് ശരിയായില്ല കേട്ടോ, അത് വേണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിക്കും. അപ്പൊ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ കേട്ട് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം അവര് ഡൗൺ ആയി എന്നുള്ളതാണ്. പക്ഷെ അവിടെ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. അവർക്ക് യോഗ്യത ആയിട്ടില്ല ഇത് കേൾക്കാനും കാണാനും എന്നുള്ള ഒരു ചിന്ത മാത്രമേ നമ്മുടെ ഉള്ളിലിട്ട് വേണ്ടൂ. അവിടെ നമ്മൾ പരാജയപ്പെടേണ്ട ഒരു ആവശ്യവും വരുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ യാഥാർത്ഥ്യം. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ 2 കാര്യം മാത്രമേ ഇവിടെ സംഭവിക്കാൻ പോകുന്നുള്ളൂ. ഒന്നെങ്കിൽ വിജയിക്കുക, അല്ലെങ്കിൽ പരാജയപ്പെടുക. അപ്പൊ നമ്മളെ റിജക്ട് ചെയ്യുന്നു എന്ന് കരുതി, അല്ലെങ്കിൽ നമ്മളെ വേണ്ടെന്ന് വെക്കുന്നു എന്ന് കരുതി ഇവിടെ മനുഷ്യരാശിയൊന്നും തീർന്നു പോയിട്ടില്ല. നമ്മുടെ മുന്നിൽ ഇനിയും ധാരാളം ആളുകളുണ്ട്. അവരിലേക്ക് എത്താൻ ശ്രമിക്കുക, അവരിലോട്ട് പോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ട് പരാജയപ്പെടുന്നു എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്, നമ്മളെല്ലാം ചെറുപ്പത്തില് നടക്കാൻ തുടങ്ങുമ്പോ പിച്ച വെച്ച് നടക്കുന്ന ഒരു സമയത്ത് തൊടരുത്, എടുക്കരുത്, പിടിക്കരുത്, കയറല്ലേ, വീഴും, ഇങ്ങനെയുള്ള കുറേ നെഗറ്റീവ് തോട്ട്സുകൾ നമ്മുടെ ഉള്ളിലോട്ട് ഇങ്ങനെ കിട്ടിയിരിക്കുകയാണ്. ചെറുപ്പം മുതലേ കേൾക്കുന്നത് എടുക്കരുത്, പിടിക്കരുത്, ചാടരുത്, വീഴും, അങ്ങനെ ഇങ്ങനെ ഓരോ കാര്യങ്ങള് ഇതിനെ ഉള്ളിൽ ഇട്ടുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വളർന്ന് കുറച്ചാകുമ്പോൾ പോലും നമ്മുടെ ഉള്ളില് അത് ചെയ്തെന്നല്ലേ പറഞ്ഞേക്കണം, ഇത് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കും, അതിനെക്കുറിച്ച് നമ്മൾ ഓർത്തുകൊണ്ടിരിക്കും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അന്ന് കിട്ടിയിരിക്കുന്ന നെഗറ്റീവ് ഇമ്പാക്ട് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാൻ പ്രയാസപ്പെടുന്നതാണ്. അതേ സമയത്ത് നമ്മൾ അതിനെ നമ്മളോട് പറയാണ്, കുഞ്ഞു പ്രായത്തില് നമ്മളോട് നമ്മുടെ കാരണവന്മാര്, നമ്മുടെ സുഹൃത്തുക്കള്, നമ്മുടെ വീട്ടുകാരൊക്കെ പറയാണ്, നീ അതിൽ ചെയ്യടാ. ഇപ്പൊ ഇപ്പൊ എന്റെ മക്കള് ഇവിടെ മഴ പെയ്യുന്ന സമയത്ത് ഞാൻ പുറത്താണെങ്കിൽ എന്നെ വിളിക്കും, അപ്പൊ ഞങ്ങൾ പുറത്തിറങ്ങിക്കോട്ടെ, ഞാൻ പറഞ്ഞ് ഇറങ്ങിക്കോളാൻ പറയും. കാരണം മഴയത്ത് എന്നാൽ ഒട്ടുമിക്ക ആളുകൾ എന്നാൽ എന്റെ ജ്യേഷ്ഠന്റെ വീട്ടിലെ കാര്യം നേരെ എതിരാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ അവർ നേരെ വീട്ടിൽ കയറിയിരിക്കും, മക്കളൊന്നും പുറത്തോട്ടൊന്നും ഇറക്കൂല. അവർക്ക് ആ കാലാവസ്ഥയൊന്നും വരില്ല. എന്റെ മക്കളെ ഞാൻ പുറത്ത് വെയിൽ കൊള്ളിക്കും, മഴ കൊള്ളിക്കും, ചെളിയിൽ കളിപ്പിക്കും, മണ്ണിൽ കളിപ്പിക്കും, ഒന്നും ഞാൻ നോ പറയാറില്ല. എന്റെ മക്കൾ എന്തെങ്കിലുമൊക്കെ ഇപ്പൊ എവിടെയെങ്കിലുമൊക്കെ ജനലേക്കൂടെ പിടിച്ചു കയറുന്ന പൊടിയാണെങ്കിൽ ഞാൻ എന്റെ വൈഫിനോടല്ലേ താഴോട്ട് പോരുന്നുണ്ടോ എന്ന് നോക്കിയേക്കാൻ പറയും. ഞാൻ കേരളത്തെ എടുക്കരുത് പറയാമല്ലോ, താഴോട്ട് പോരുന്നുണ്ടോ എന്ന് നോക്കിയാൽ അപ്പൊ ഒന്ന് ഒരു കെയറിങ് മാത്രം മതി, പക്ഷെ നോ പറയണ്ട, അപ്പൊ അവരെ ചെയ്യട്ടെ. കാരണം അതേ രീതിയിൽ ആയില്ല എങ്കിൽ നമ്മളെ സംബന്ധിച്ച് എന്നും നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കേണ്ട ഒരു അവസ്ഥ അത് നമുക്ക് പ്രയാസമുണ്ട്. കാരണം നമ്മളൊക്കെ അനുഭവിച്ചതും അനുഭവിക്കുന്നതുമായ കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ കാലാവസ്ഥ വ്യതിയാനത്തിന്റെ പ്രയാസങ്ങളൊന്നും എന്റെ മക്കളെ സംബന്ധിച്ച്, ഞാൻ വലിയ അഹങ്കാരം പറയുന്നല്ല, ഇന്ന് വരെ ഈശ്വരാനുഗ്രഹം എന്റെ മക്കൾക്ക് കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടില്ല. കാരണം ഏത് കാലാവസ്ഥയും അതിജീവിക്കാൻ പറ്റുന്ന രീതിയിലാണ്
ഞാൻ ഇന്ന് വരെ വളർത്തി, നാളെ എന്താവുമെന്ന് എനിക്കറിയില്ല, ഇന്ന് വരെ ഞാൻ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. മഴ വന്നാൽ ഞാൻ മഴയത്തിറക്കും, നല്ല വെയിൽ കൊള്ളിക്കും, പൊടിമണ്ണിലൂടെയൊക്കെ നടത്തിക്കും, ചെരുപ്പില്ലാതെ നടത്തിക്കും. ഇങ്ങനെയൊക്കെ ഞാൻ എല്ലാ കാലാവസ്ഥയും അതിജീവിച്ചുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്, കൊണ്ടുവരുന്നത്. അതുകൊണ്ട് എന്റെ വീട്ടുകാർ എന്നെ വഴക്ക് പറയാറുണ്ട്, അവന്റെ മക്കൾക്ക് കുറെ സ്വാതന്ത്ര്യം കൂടുതൽ കൊടുത്തേക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതൊന്നും കാര്യമാക്കാറില്ല. ഞാൻ ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. കാരണം എനിക്ക് എന്റേതായ ശരിയുണ്ട്, എനിക്ക് എന്റേതായ തെറ്റുണ്ട്. എന്റെ ശരിയും എന്റെ തെറ്റും അത് എന്നിൽ മാത്രമാണ്. ഞാൻ അതിനെ മാർക്ക് കുറഞ്ഞു പോകൂലോ, അല്ലെങ്കിൽ എന്നോടുള്ള ഒരു എന്തെങ്കിലും നീരസം വരുമോ എന്നുള്ള ചിന്തകളൊന്നും എന്റെ ഉള്ളിൽ ഞാൻ എടുക്കാറില്ല. ഞാൻ എന്റെ തീരുമാനങ്ങൾക്കും എടുക്കാറില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത്, അത് ആരോടാണോ പറയാൻ ഉദ്ദേശിക്കുന്നത്, അത് ആ സ്പോട്ടിൽ പറഞ്ഞു തീർക്കുന്നു. അത് ഏറ്റവും ഒരാളോട് ഇപ്പൊ ചാക്കോ സാറിന്റെ മുഖത്ത് നോക്കിയിട്ട് എനിക്ക് രണ്ട് ചീത്തയാണ് പറയേണ്ടതെങ്കിൽ പോലും സ്നേഹത്തോടെ ചിരിച്ചുകൊണ്ട് ചാക്കോ സാറിന്റെ മുഖത്തേക്ക് പറയുമ്പോ ചാക്കോ സാറിന് തോന്നും, ഈ മുപ്പിലെ ചിരിച്ചോണ്ടല്ല പറഞ്ഞ, സാരമില്ല, എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു തീർത്തു എന്നുള്ള സമാധാനം ചാക്കോ സാർ അത് കേട്ടിട്ടുള്ളത്. അപ്പൊ ഞാൻ ഇതൊരു ചിരിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, ആർക്കും അതിലൊരു പരാതിയും പരിഭവവും ഇല്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ അതിന് തയ്യാറാവുക. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ, നമുക്ക് ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ഒരു ഹൃദയം നമ്മുടെ ലെഫ്റ്റ് സൈഡിലുണ്ട്. അതിൽ നമ്മൾ കുറെ കാലം ചുമന്നു നടത്തുന്ന കാര്യമില്ല. അപ്പൊ നമുക്ക് പറയാൻ തോന്നുന്ന കാര്യങ്ങൾ പറഞ്ഞ് സ്പോട്ടിൽ തീർക്കുക. അത് ശരിയാവാം, തെറ്റാവാം, എല്ലാം നമുക്ക് പറയുന്ന നമുക്കെല്ലാം ശരിയായിരിക്കാം, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് തെറ്റായിരിക്കാം. പക്ഷെ അത് ക്ലിയർ ആയിട്ട് അവരെ വേദനിപ്പിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അതിനെ പേടിക്കാതെ ഇരിക്കുക. കാരണം അങ്ങനെ നമ്മൾ ചുവന്നുകൊണ്ട് നടക്കുമ്പോൾ നമുക്ക് മറ്റു പല പ്രയാസങ്ങളും പല ബുദ്ധിമുട്ടുകളും വരാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മളെ തിരസ്കരിക്കുമോ എന്നുള്ള പേടി ഒരുപാട് ആൾക്കാർക്കുണ്ട്. അതിപ്പോ നമ്മൾ ചെന്ന് സംസാരിക്കുന്ന സമയത്ത് അത് തിരസ്കരിക്കുമോ എന്നുള്ള പേടി നമ്മുടെ ബിസിനസ് പോലും വല്ലാതെ എഫക്ട് ചെയ്യുന്നുള്ളതാണ്. നമ്മൾ ചെന്ന് സംസാരിക്കുമ്പോ അല്ലെങ്കിൽ നമ്മൾ ഒരാളായിട്ട് ഇടപെടുമ്പോ അവര് നമ്മളെ ഇഷ്ടപ്പെടുമോ, അവര് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ള കുറെ ചിന്തകൾ നമ്മളോട്ടുണ്ടാവും. അത് ബിസിനസിനെ ബാധിക്കുന്നവർ നമ്മൾ ചെന്നിരുന്ന് തോരാതെ ഓരോരും നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചും നമ്മുടെ പ്ലാനിനെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അവസാനം അദ്ദേഹം പറയാണ് ഇത് വേണ്ടാന്ന്. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന രീതി. എന്നെ സംബന്ധിച്ച് എന്നെ ഒരു വ്യക്തി എന്റെ കൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്റെ കഴിവിന്റെ എക്സ്ട്രീമിൽ ഞാൻ അവരായിട്ട് മിങ്കിൾ ചെയ്തുകൊണ്ട് ഞാൻ ആ പൈസ മേടിച്ചുകൊണ്ടേ മാക്സിമം ഇറങ്ങുള്ളൂ. കാരണം വേറൊന്നല്ല, എന്റെ മൈൻഡിലുള്ളത് ഞാൻ വെറുതെ അവിടേക്ക് പോയതല്ല. ഈ വണ്ടി ഓടിച്ച് എന്റെ കൂടെ ആളെ കെട്ടിക്കൊണ്ട് ഞാൻ വെറുതെ പോയതല്ല. ഞാൻ പോയിരിക്കുന്നത് അവർക്ക് ഈ പ്രൊഡക്റ്റ് കൊടുക്കുവാനും ആ പൈസ ഇങ്ങോട്ട് മേടിക്കുവാനും. ആ പൈസ ഇങ്ങോട്ട് മേടിച്ചാലാണ് നമുക്ക് ഈ പ്രൊഡക്റ്റ് അവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അവരിത് ഉപയോഗിച്ചാലാണ് അവർക്ക് റിസൾട്ട് കിട്ടുള്ളൂ. റിസൾട്ട് കിട്ടിയാലാണ് അവർ രണ്ടുപേരോട് പറയുള്ളൂ. അതുകൊണ്ട് ഇവിടെ നമുക്കുള്ള ചിന്തപ്പാട് വെച്ചാൽ വാ നമുക്ക് പോകാം. അവിടെ ചെല്ലുന്നു, കാണുന്നു, ഇരിക്കുന്നു, സംസാരിക്കുന്നു. പക്ഷെ ഉള്ളിൽ ഒരു കോൺഫിഡൻസ് ഇല്ല, ഒരു കോൺഫിഡൻസ് ഉള്ളിൽ വരുന്നില്ല. നമുക്കിത് പ്രോപ്പറായിട്ട് ഇത് ചെയ്ത് സംഭവം സെറ്റ് ചെയ്ത് ആർക്കോ വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞ പോലെ കൃത്യമായിട്ട് ചെയ്യാൻ. കാരണം ഉള്ളിൽ പേടി കിടക്കണം. അതാണ് ഏറ്റവും വലിയ വിഷയം. ഞാനിത് പറയുമ്പോൾ ശരിയാകുമോ, ഞാനിത് പറയുമ്പോൾ അവരെന്നെ അംഗീകരിക്കുമോ, അവര് പൈസ തരുമോ, ഇങ്ങനെയുള്ള കുറെ ചിന്തകൾ കിടക്കുകയാണ്. ഞാൻ പറയും, നിങ്ങളുടെ ചിന്തകളെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് ഈ പൈസ മേടിച്ചു കൊണ്ടേ ഞാൻ ഇവിടുന്ന് ഇറങ്ങുമോ എന്നുള്ള സാധനം ആദ്യം നമ്മളിലേക്ക് ഇട്ടുകൊടുക്കുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയൊരു കാര്യം. അപ്പൊ നമ്മളെ തിരസ്കരിക്കുന്നവര് അത് നമ്മുടെ ജീവിതയാത്രയിൽ ഒരുപാട് ആളുകൾ ഉണ്ടാവും. എല്ലാവരും ഒന്നും നമ്മളെ സ്വീകരിക്കുന്നവരല്ല. അത് ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സ്വീകരിക്കുന്നവർ സ്വീകരിക്കട്ടെ, തിരസ്കരിക്കുന്നവർ തിരസ്കരിക്കട്ടെ എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ ബിഹേവ് ചെയ്യുക എന്നുള്ളതാണ് സ്വീകാര്യത കിട്ടാൻ ഏറ്റവും നല്ലത്. പിന്നെ നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ച് നമുക്ക് എന്തുകൊണ്ട് ഫെയിൽ ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മനസ്സിലാക്കിയ കാര്യം, ആർക്കും ഒരു കൃത്യമായ ഒരു ലിസ്റ്റ് നമ്മുടെ കയ്യിലില്ല എന്നുള്ളതാണ്. കൃത്യമായിട്ട് ഒരാളെ കാണാൻ, ഇപ്പൊ പ്രഭാകരൻ സാർ എന്റെ മുന്നിലുണ്ട്. പ്രഭാകരൻ സാറിനെ എവിടെയോ കണ്ട ഒരു ബന്ധം, ഒരു പരിചയം എന്റെ മുന്നിലുണ്ട്. ആ ഒരു ചിന്ത വെച്ചുകൊണ്ട് ഞാൻ സാറേ എവിടെയുണ്ട് എന്റെ അടുത്ത്, ഓക്കെ, ഞാൻ സാറിനോട് വന്ന് സംസാരിക്കുമ്പോൾ സാറിന് വളരെ സിമ്പിൾ ആയിട്ട് എന്നെ റിജക്ട് ചെയ്യാൻ സാധിക്കും. ശരിയല്ലേ സാറേ? അതേ സമയത്ത് സാറായിട്ട് ഞാനൊന്ന് ഇടപെട്ട് രണ്ട് ഗുഡ് മോർണിംഗ് ഒക്കെ ആയിട്ട് ഗുഡ് നൈറ്റ് ഒക്കെ ആയിട്ട് സാറായിട്ടൊന്ന് മിങ്കിൾ ചെയ്ത് ഒരു ബന്ധം പുതുക്കി വെച്ച് ഒരു കുറച്ച് ദിവസമായിട്ട് കഴിയുമ്പോൾ സാറ് എനിക്കൊന്ന് ഡയറക്റ്റ് കാണണം, ഒരു കാര്യം പറയാണെന്ന് പറയുമ്പോൾ സാർ അത് അക്സെപ്റ്റ് ചെയ്യും.
ഇവിടുത്തെ ഏറ്റവും വലിയ കാര്യം, ഒരാളെ കണ്ടു, നമ്പർ കിട്ടി, പരിചയപ്പെട്ട അന്ന് തന്നെ, എനിക്കറിയില്ല എന്താ ഉദ്ദേശിക്കണേന്ന്, അന്ന് തന്നെ അവരോട് ഈ കാര്യം തലയിൽ ഇവിടെ കിടക്കുന്ന ഈ കാര്യം മൊത്തം ചൊരിഞ്ഞാലേ സമാധാനമാവുള്ളൂ. പറഞ്ഞവരുടെ എണ്ണം ഒരാളുടെ കൂടി എന്നുള്ളതല്ലാതെ, ഞാൻ ഒരാളോട് പറഞ്ഞു, അത് ഇത്ര വലിയ ആളാ, ആ ആളോട് കൂടി പറഞ്ഞു എന്നുള്ള ഒരു ഇത് മാത്രമേ നമ്മുടെ കയ്യിൽ വയ്ക്കാനുള്ളൂ. പ്രഭാകരൻ സാർ, സാറിനോട് പോലും ഞാൻ സംസാരിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ പ്രഭാകരൻ സാറിന് നമ്മൾ റിജക്ട് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. എന്തുകൊണ്ട്? അദ്ദേഹമായിട്ട് നമുക്കൊരു കൃത്യമായ റാപ്പോ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ ഒരാൾ കാണാനുണ്ടെന്ന് പറഞ്ഞ അപ്പൊ തന്നെ ഓടലല്ല, ആ ആളായിട്ട് നല്ലൊരു ബന്ധം നിലനിർത്തിക്കൊണ്ട് റിലേഷൻഷിപ്പിലൂടെ മാത്രമാണ് നമുക്ക് നമ്മുടെ പേടി അകറ്റാൻ സാധിക്കുള്ളൂ. കാരണം നമ്മുടെ റിലേഷൻഷിപ്പിലൂടെ മാത്രമാണ് നമ്മുടെ ബന്ധങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു രീതി വെച്ച് മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം. അതുകൊണ്ട് ഞാൻ ബന്ധങ്ങൾക്ക് നല്ല വാല്യൂ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ട് മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കേട്ടോ. എന്റെ പരിമിതമായ അറിവിൽ നിന്നുകൊണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ ചെയ്യുന്നതേ ഞാൻ പറയുന്നുള്ളൂ. ചെയ്യാത്തൊരു കാര്യം ഞാൻ പറയാൻ തയ്യാറല്ല. ഒരു അറബി വാചകമുണ്ട്, ലിമ തക്കുലു മാല തഫലു, നിനക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യവും നീ മറ്റൊരാളോട് ചെയ്യാൻ പറയരുത് എന്നുള്ളൊരു കാര്യം. അപ്പൊ അതുകൊണ്ട് ഞാൻ ചെയ്യുകയും ഞാൻ അത് പ്രവർത്തിച്ച് കാണിച്ചിട്ടാണ് ഞാൻ നമ്മുടെ മുന്നിലിരിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ ആരോടാണോ സംസാരിക്കാൻ തയ്യാറാവുന്നത് അവരോട് പറഞ്ഞു കൊടുക്കും, നിങ്ങൾ ഇന്നൊരിതിൽ ചെയ്യണം, ഇന്നൊരിതിൽ ചെയ്യരുത്, ഇന്നൊരിതിൽ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് പരാജയം എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ച് എന്റെ കൂടെയുള്ള എല്ലാവരും ഞാൻ ഒരുമിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന, എല്ലാവരും ഒറ്റക്കെട്ടായിട്ട്, ഇപ്പൊ സരിത മേഡം പറഞ്ഞ പോലെ തല്ലേണ്ടി വന്നാൽ തല്ലാനും, കൊല്ലേണ്ടി വന്നാൽ കൊല്ലാനും, പിടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞാൽ കൊന്നു കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പറ്റം ആളുകളാണ് എന്റെ കൂടെ ഉള്ളത്. അത് സരിത മേഡം പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. അത്തരം ഒരു കെട്ടുറപ്പോട് കൂടിയാണ് ഇന്നിന്റെ ഈ സാഹചര്യം വരെ, നാളത്തെ ഒരു അവസ്ഥ എനിക്കറിയില്ല, ഇന്നിന്റെ സാഹചര്യം വരെ പോയിക്കൊണ്ടിരിക്കുന്നത് അതേ ഒരു രീതിയിലാണ്. നാളത്തെ കുറിച്ച് എനിക്കൊരു ഭയവും എന്റെ മുന്നിലില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. അപ്പൊ അത് തന്നെയാണ് അടുത്തത്, അറിയാത്ത സാധനത്തിനോടുള്ള ഒരു ഭയം. അറിയാത്ത കാര്യം, ഒരു കാര്യം വ്യക്തമല്ല, ആ വ്യക്തമല്ലാത്ത കാര്യത്തെക്കുറിച്ച് നമുക്ക് ഭയങ്കരമായിട്ടൊരു പേടി നമ്മളെ അലട്ടുന്നു എന്നുള്ളതാണ്. ആ ഭയവും നമ്മളെ ജീവിതത്തിൽ തകർച്ചയിലേക്ക് എത്തിക്കും എന്നുള്ള. കാരണം ഇപ്പൊ നാളെ എന്ത് സംഭവിക്കും നമുക്കറിയില്ല. നമ്മുടെ പ്രതീക്ഷ മാത്രമാണ് നമുക്ക് നാളെ ഇന്നതിൽ ചെയ്യാം. ആ പ്രതീക്ഷയ്ക്ക് അപ്പുറമാണ് സംഭവിക്കുന്നതെങ്കിൽ നമ്മളൊരു പരാജിതനെ പോലെ തലകുറിച്ച് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതങ്ങനെ സംഭവിക്കേണ്ട കാര്യമായിരുന്നു, അതങ്ങനെ സംഭവിച്ചു എന്ന് ചിന്തിക്കാനേ അവിടെ പറ്റുള്ളൂ. ഇപ്പം ഒരു സർക്കാർ ജോലി ആണെങ്കിൽ നമുക്ക് ഒരു പക്ഷെ അധികം പേടി തോന്നൂല. ജീവിതയാത്രയിൽ സർക്കാർ ജോലിയാണെങ്കിൽ നമുക്ക് അധികം പേടി തോന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 24 അല്ലെങ്കിൽ 26 ദിവസം ജോലിക്ക് പോവുക, 31 ദിവസം നമ്മുടെ അക്കൗണ്ടിലോട്ട് ആ സാലറി എത്രയാണ്, ആ സാലറി നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നു. അപ്പൊ രാവിലെ എഴുന്നേറ്റ് ഒരു 8 മണിക്ക് ഇറങ്ങി, അല്ലെങ്കിൽ 9 മണിക്ക് ഇറങ്ങി 10 മണിക്ക് ചെന്ന് കയറുന്ന ഒരു സർക്കാർ ജോലി, അവിടെ കാര്യമായിട്ട് നമുക്ക് പേടി തോന്നേണ്ട ആവശ്യമില്ല. കാരണം 5 മണിയാവുമ്പോ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങി പോരാം. പക്ഷെ അന്ന് ഇറങ്ങുന്ന സമയത്ത് വൈകിട്ട് ആ ഓഫീസിലുള്ള മെയിൻ ആള് നമ്മുടെ കയ്യിലേക്ക് ഒരു പേപ്പർ തന്നിട്ട് പറയാണ്, നിങ്ങളുടെ സേവനം ഇന്ന് വരെ ഇവിടെ മതി, നാളെ മുതൽ വേണ്ട എന്ന് പറഞ്ഞാൽ അവിടെ എത്രത്തോളം അതിനെ എടുക്കുന്നു എന്നുള്ളതാണ് ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിന്റ്. അങ്ങനെ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ പേടിച്ച് ഭയന്ന് പിന്മാറുന്നവനെ പോലെ ആകാതെ അന്നത്തെ രാത്രി നല്ല ഉഷാറോടുകൂടി ഉറങ്ങാൻ തയ്യാറാവുക എന്നുള്ളതാണ്. ആ ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യം, നാളെ ഇന്ന് വരെ ഞാൻ സർക്കാർ ജോലിയിലായിരുന്നു, കാരണം കൃത്യമായിട്ട് ജോലിക്ക് പോയി കൃത്യമായിട്ട് സാലറി മേടിച്ച് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന വ്യക്തിയായിരുന്നുവെങ്കിൽ ഇന്നെന്റെ ജോലി നഷ്ടപ്പെട്ട ഈ സാഹചര്യത്തിൽ നാളെ ഞാൻ വേറൊരു വ്യക്തിയായി മാറണം എന്ന ഒരു നല്ലൊരു പ്ലാനിങ്ങിലോട് കൂടി ഉറങ്ങാൻ തയ്യാറാവുക എന്നുള്ളതാണ്. ആ ഒരു പേടിയെ മറികടക്കാൻ സാധിച്ചാൽ നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാൻ സാധിക്കും. എന്നാൽ അതിനെ ബയോട്ടുവരായിട്ട് കണക്ട് ചെയ്താൽ നമ്മുടെ ഉള്ളിൽ നല്ല പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും അറിയാം ബയോട്ടോറിയം ചെയ്താൽ വിജയിക്കാൻ സാധിക്കും, നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ സാധിക്കും, സ്വപ്നങ്ങളെ ഫുൾഫില്ല് ചെയ്യാൻ സാധിക്കും, എല്ലാം സാധിക്കും എന്നുള്ള കാര്യം എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. എന്നാൽ പോലും എന്തൊക്കെയോ ഒക്കെ പേടിയാണ് നമ്മുടെ ഉള്ളിൽ. കാരണം ഇത് എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കോ, പൈസ കയ്യിലോട്ട് കിട്ടുമോ, ഫാമിലി ബോണസ് അടിക്കാൻ പറ്റുമോ, ഇങ്ങനെയുള്ള 100,000 ചിന്തകളായിട്ട്
അതായത് ഒരുപാട് പേടികൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുകയാണ്, ഒരുപാട് കാര്യങ്ങൾ. അതിനെ എന്ന് നമുക്ക് ഓവർകം ചെയ്ത് മറികടക്കാൻ തയ്യാറാകുന്നോ അന്ന് മാത്രമേ നമുക്ക് വിജയം ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്തിനെയാണോ നമ്മൾ പേടിക്കുന്നത് ആ കാര്യത്തെ നമ്മൾ നേരിടുക എന്നുള്ളതാണ്. ജോലി പോയെങ്കിൽ പോട്ടെ, അടുത്ത നെക്സ്റ്റ് എന്നുള്ള കാര്യത്തിലോട്ട് നമ്മൾ മാറി നിന്നുകൊണ്ട് അടുത്തൊരു വിജയിക്കാൻ പറ്റുന്ന അടുത്തൊരു അറ്റംപ്റ്റ് നമ്മൾ തയ്യാറാകുക എന്നുള്ളതാണ്. എന്ത് കാര്യമാണോ നമ്മളെ ഭയപ്പെടുത്തുന്നത് അതിലേക്ക് തന്നെ നമ്മൾ ഉഴുന്നിറങ്ങുക, എന്നിട്ട് അതിലൂടെ നമ്മൾ വിജയം കണ്ടെത്തുക. പേടിപ്പെടുത്തുന്നത് ഒന്നിനെ നമ്മൾ പിന്മാറിക്കഴിഞ്ഞാൽ നമുക്ക് പേടിക്കാനേ അല്ലെങ്കിൽ പേടിപ്പെടുത്താനേ ഓരോ വ്യക്തികൾക്കും സാധിക്കുള്ളൂ. പേടിക്കുന്ന എന്ത് കാര്യത്തെയാണോ അതിനെ മുന്നോട്ട് നമ്മൾ നിൽക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ അതിനെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് നമുക്ക് വിജയിക്കാൻ സാധിക്കും. പിന്നെ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്നുള്ള ചിന്തപ്പാടുള്ള വ്യക്തിക്കും ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. കാരണം എന്ത് ചെയ്താലും അവരെന്ത് വിചാരിക്കും, അവരെന്ത് പറയും, അവരെന്ത് കരുതും. ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ, ഒന്ന് സംസാരിക്കാൻ പറഞ്ഞാൽ, എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങളൊന്ന് ചെല്ലണമെന്ന് പറഞ്ഞാൽ, അയ്യോ ഞാൻ ചെയ്താൽ ശരിയാവോ, ഞാൻ പറഞ്ഞാൽ ശരിയാവോ, ഞാൻ ചെന്നാൽ ശരിയാവോ, ഇങ്ങനെയുള്ള കുറെ പേടികൾ. ഇങ്ങനെയുള്ളവർക്കൊന്നും ജീവിതത്തിൽ ഒരു രക്ഷയും ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇന്നലെ ഡാൻസ് സാർ വിളിച്ചിട്ട് യുൺ സാറെ നാളെ രാവിലത്തെ ടോപ്പിക്ക് യുൺ സാറാണ് ചൊല്ലെടുത്തോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ നാളെ തന്നെ എടുക്കണോ? പിന്നെന്താ, ഓക്കെ, നോ പ്രോബ്ലം. കാരണം വെച്ചാൽ നമ്മളെ സംബന്ധിച്ച് എനിക്ക് പേടിയില്ലാത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം എന്റെ ഫാമിലി മെമ്പേഴ്സാണ് എന്റെ മുന്നിൽ ഇരിക്കുന്നത്. എന്റെ തെറ്റുകളെ എന്റെ കുറവുകളെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. ഞാനിവിടെ വന്നിരുന്നത് എന്ത് പറഞ്ഞാൽ ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞാൽ നിങ്ങളത് എന്ത് ചിന്തിക്കുമെന്ന് ചിന്തിച്ചാൽ എനിക്കൊന്നും പറയാൻ സാധിക്കില്ല. കാരണം ഞാൻ വലിയ പ്രൊഫഷണൽ ട്രെയിനറോ അല്ലെങ്കിൽ ഞാൻ എല്ലാം പഠിച്ചു വന്നിരിക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. ഞാൻ എന്റെ ജീവിതയാത്രയിൽ അനുഭവിച്ചു വന്നിരിക്കുന്ന കുറെ കാര്യങ്ങൾ ഇങ്ങനെ അതിനെ കൂട്ടിമാറ്റി അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഇത് ചെയ്യുന്നത്. അപ്പൊ എന്നെക്കാളും വിവരവും വിദ്യാഭ്യാസവും അതോടൊപ്പം ഒരു ഒടുക്കത്തെ പൊട്ടൻഷ്യലുള്ള ഒരുപാട് ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള ഒരുപാട് ആളുകൾ എന്റെ മുന്നിലുള്ള എനിക്കറിയാം. ചാക്കോ സാറിനെ പോലെ, പ്രഭാകർ സാറിനെ പോലെ, സജീവൻ സാറിനെ പോലെ, സുരേഷ് സാറിനെ പോലെ ധാരാളം ആളുകൾ, ലതിക മാഡത്തിനെ പോലെയൊക്കെ, കേരള മുഖ്യമന്ത്രിനെ പോലും അപ്പോയിന്റ്മെന്റ് എടുത്ത് കാണാൻ സാധിക്കുന്ന കേൾപ്പുള്ള ലതിക മാഡത്തിനെ പോലെയുള്ള ഇവർക്കിടയൊക്കെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ ഈ ഒരു നിമിഷം വരെ, ഈ ഒരു സൂമിന്റെ ടൈം വരെ നിങ്ങളിത് കേൾക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പൊ അവരെന്ത് ചിന്തിച്ചാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്നിടത്താണ് എനിക്കിത് കാര്യം പറയാൻ പ്രാപ്തനാകുന്നത് ഞാൻ. അതല്ല എങ്കിൽ എനിക്ക് ഈ കാര്യത്തെ കുറിച്ചൊന്നും പറയാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് ഒരു കാര്യം പറഞ്ഞാൽ ആ കാര്യം ഏറ്റെടുക്കുക എന്നുള്ളതാണ്. ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യുക. ആദ്യം ഞാൻ പറഞ്ഞത് രണ്ട് കാര്യം നടക്കുള്ളൂ. ഒന്നെങ്കിൽ ഫെയിൽ ആവും, അല്ലെങ്കിൽ വിജയമായി മാറും. എന്ത് തന്നെ ആയാലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ധൈര്യസമേതം ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഏതൊരു കാര്യത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ആളുകൾ എന്ത് ചിന്തിക്കും എന്നുള്ള വിചാരം വിട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ കാര്യങ്ങള്. പിന്നെ പിന്നുള്ളത് മറ്റുള്ളവർക്ക് ഉള്ളത് പലതും നമ്മൾക്കില്ലല്ലോ എന്നുള്ളൊരു പേടി. നമുക്കിപ്പൊ നമ്മുടെ അയൽവക്കത്തൊരു വാഹനം മേടിച്ചു, അവര് ഭാര്യയും ഭർത്താവും മക്കളൊക്കെ കൂടി യാത്ര പോകുന്നു, നമുക്കതിന് പോകാൻ സാധിക്കുന്നില്ല. അപ്പൊ അയ്യോ എനിക്ക് കാറില്ല, എനിക്ക് അങ്ങനെയില്ല, എനിക്ക് സ്നേഹിക്കുന്ന ഭാര്യയില്ല, അല്ലെങ്കിൽ സ്നേഹിക്കുന്ന ഭർത്താവില്ല, മക്കളില്ല, ഇങ്ങനെയുള്ള കുറേ ചിന്തപ്പാടുകള്. അപ്പൊ അങ്ങനെയുള്ള ചിന്തപ്പാടുകള് സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യനെ തകർച്ചയിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്രഷൻ വരെ ഉണ്ടാവും എന്നുള്ളതാ. കാരണം ഒരു കുശുമ്പ് പോലുള്ള സാധനം നമ്മുടെ ഉള്ളിലോട്ട് എനിക്ക് അതില്ല ഇതില്ല എന്ന് ചിന്തിക്കുന്നോടത്ത്, അതേ സമയത്ത് അവര് വണ്ടി മേടിച്ചു, വണ്ടി അവർ ആഘോഷിക്കട്ടെ, അവർ തകർക്കട്ടെ. കാരണം അത് അപ്രിഷിയേറ്റ് ചെയ്യുക. അവര് മേടിച്ച അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ ആ ഒരു കാര്യത്തില് നമ്മൾ സന്തോഷിക്കുക. ഓട്ടോമാറ്റിക് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ വിജയത്തിൽ സന്തോഷിച്ചു കഴിഞ്ഞാൽ നമ്മളിലേക്ക് വിജയം വരും എന്നുള്ളതാ. പക്ഷെ അത് ബഹുഭൂരിപക്ഷം ആളുകളും അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരാൾക്ക് കിട്ടിയതിനെ കുറിച്ച് ഓർത്തുള്ള ഒരു ടെൻഷനാണ്. അവർക്കത് സാധിച്ചല്ലോ, എനിക്കത് സാധിച്ചില്ലല്ലോ. ഇപ്പൊ നമ്മുടെ ബിസിനസ്സിൽ തന്നെയാണെങ്കിലും ഒരാൾക്ക് വരുമാനം കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ അയ്യോ അവർക്ക് അതങ്ങനെ എനിക്ക് കിട്ടിയില്ലല്ലോ, എന്ത് ചെയ്യും? അങ്ങനെയല്ല, അവർക്ക് കിട്ടി, നമുക്ക് കിട്ടാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതാണ്. കാരണം ഇതൊന്നും ഒരാൾക്കടെയും കുത്തകയല്ല, അല്ലെ ചാക്കോ സാറേ? ഒരാൾക്കടെയും കുത്തകയല്ല, എല്ലാവർക്കും സാധിക്കും. കാരണം ഒരാളൊരു കാര്യം ചെയ്ത് കാണിച്ചിട്ടുണ്ട് എങ്കിൽ
അതിനെ ഫോളോ ചെയ്ത് അടുത്ത ആൾക്ക് അത് ചെയ്യാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് ഒരാൾക്കും ഒന്നും കുത്തകയല്ല. അവർക്ക് കിട്ടിയല്ലോ എന്ന് കരുതി സന്തോഷിക്കുക, അവർക്ക് കിട്ടിയല്ലോ എന്ന് കരുതി നമ്മള് മറ്റൊരു ചിന്തയിലൂടെ ഇരുന്നാൽ നമ്മളും പരാജയപ്പെട്ടു പോവുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഒരാൾക്ക് ഒരു സന്തോഷം കിട്ടുന്ന ഒരു കാര്യം അവരിൽ കണ്ടു, അവർക്ക് വേണ്ടി ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ നിങ്ങൾക്ക്. ഓക്കെ, തീർച്ചയായിട്ടും ആ അതേ സാധനം റബ്ബർ പന്തിനേക്കായും പവറിൽ തിരിച്ചിങ്ങോട്ട് വരും, നിങ്ങൾക്കും ഉണ്ടാകട്ടെ. അതാണ് എന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ അങ്ങനെയാണ്. പിന്നെ എനിക്ക് കുറെ കുറവുകളുണ്ട് എന്നുള്ള ചിന്തപ്പാട്. എനിക്ക് സംസാരിക്കാൻ അറിയില്ല, കേൾക്കാൻ അറിയില്ല, പാടാൻ അറിയില്ല, ഗ്ലാമർ ഇല്ല, അങ്ങനെ കുറെ ചിന്തപ്പാടുകൾ. എനിക്ക് ബിസിനസ് ചെയ്യാൻ അറിയില്ല. ഇങ്ങനെയുള്ള കുറെ ചിന്തപ്പാടുകളുള്ള വ്യക്തികൾക്കൊന്നും ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധ്യമല്ല. കാരണം ഇതെല്ലാം ഒന്നും നമ്മൾ പഠിച്ചുകൊണ്ട്, അമ്മയുടെ ഉദരത്തിൽ നിന്ന് വരുന്ന ഒന്നും പഠിച്ചുകൊണ്ടല്ല ഇവിടേക്ക് വരുന്നത്. ഇതെല്ലാം നമ്മുടെ ജീവിത യാത്രയിൽ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ഓരോന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് എന്തെല്ലാം അറിയില്ല എന്ന് പറയുമ്പോഴും അറിയാവുന്നത് വെച്ച് മുന്നോട്ട് പോകാൻ തയ്യാറാവുന്ന ഏതൊരു വ്യക്തിക്കും ഇവിടെ ഇതിഹാസങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പെട്ടെന്ന് തീർക്കുകയാണ്, ടൈമിന്റെ ഒരു ഇത് കാരണം. പിന്നെ മാറാൻ, ഒരു മാറ്റത്തെ പേടിക്കുന്ന ഒരവസ്ഥ, അതായത് മാറാനുള്ള ഭയം. അതിന് നമ്മളൊരു ഉദാഹരണം പറഞ്ഞ, നമ്മൾ മാറാൻ തയ്യാറായില്ല എങ്കിൽ നമ്മൾക്കൊരു മാറ്റം ഉണ്ടാകില്ല എന്നുള്ളതാണ്. ഇപ്പൊ എന്റെ കാര്യം തന്നെ ഞാൻ പറഞ്ഞാൽ, ഞാൻ ഇങ്ങനെ സൂമിലൊന്നും ഇരുന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തിയൊന്നും ആയിരുന്നില്ല. കാരണം സംസാരിക്കണം എന്നുള്ള ചിന്ത എൻ്റെ ഉള്ളിലോട്ട് വന്ന സമയം മുതൽ എനിക്ക് ആ ഒരു പേടി അങ്ങോട്ട് മാറി. കാരണം ഇവിടെ ഇപ്പൊ ആദ്യം ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ സംസാരിച്ചാലും ഇപ്പൊ എന്താ സംഭവിക്കാൻ പോണത്? കുറച്ചു നേരം കേട്ടിട്ട് യുവൻ സാറ് നല്ലതായിട്ട് സംസാരിച്ചു, സൂപ്പർ. യുവൻ സാറിന്റെ സംസാരം ഇന്നത്തെ വളരെ ബോറായിരുന്നു, ഞങ്ങൾക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? രണ്ടും നിങ്ങൾ തന്നെ, എന്റെ ഫാമിലി മെമ്പേഴ്സായ നിങ്ങൾ തന്നെ സഹിച്ചേ പറ്റൂ രണ്ടും. അപ്പൊ അതിനെ ഞാനവിടെ അക്സെപ്റ്റ് ചെയ്താൽ മതി. അവർക്ക് എന്തെങ്കിലും ഉൾക്കൊള്ളാൻ കിട്ടിയിട്ടില്ലെങ്കിൽ കിട്ടട്ടെ, ഇല്ലേ കിട്ടിയില്ലേ അടുത്ത ആരെങ്കിലും സംസാരിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടിക്കോളും. ഞാൻ അതിൽ പറയിടാവേണ്ട ഒരു കാര്യം അവിടെ ഇല്ല. അപ്പൊ അതേ രീതിയിൽ, കാരണം വെച്ചാൽ ഇപ്പൊ നോക്കിയയുടെ ഫോണുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാനൊക്കെ ആദ്യ സമയത്ത് വെള്ള ഷർട്ടും വെള്ള മുണ്ടും കൊടുത്തുകൊണ്ട് നടന്ന ഒരു സമയം ഉണ്ടായിരുന്നു. കാരണം അണ്ണന്മാർ തേക്കുന്ന മുണ്ടും ഷർട്ടും ഒരാൾ അടുത്തോട്ട് പോയി കഴിഞ്ഞാൽ ബ്ലേഡ് പോലെ ഇരിക്കുന്നത്, കൊണ്ട മുറിയൂ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ പോക്കറ്റിലൊരു MLA പേഴ്സ് ഉണ്ട്, മറ്റേ വലിയ പേഴ്സ് ഉണ്ടല്ല, നീളമുള്ള പേഴ്സ്, ഒരു കറുത്ത പേഴ്സും ഒരു നോക്കിയയുടെ ഒരു കുഞ്ഞു ഫോൺ ഉണ്ടാവും. അതാണല്ലോ അന്നത്തെ രാജകീയത. അപ്പൊ ഈ ഫോണും പിടിച്ച സ്ഥലക്കച്ചവടമൊക്കെ നല്ല ഗംഭീരമായിട്ട് നടത്തിക്കൊണ്ടിരുന്ന കാലഘട്ടം. സാറിന്റെ ചക്കോസാറിന്റെ കയ്യിലുണ്ട്, അടിപൊളി സൂപ്പർ. സമയത്തിന് തന്നെ എടുത്ത് കാണിച്ചു. അപ്പൊ അത് പട്ടീനെ എറിയാൻ പോലും നല്ലതാ. കാരണം എറിഞ്ഞാലും 15 പീസായാലും എടുത്തു അതുപോലെ തന്നെ സെറ്റ് ചെയ്തിട്ട് വീണ്ടും ഉപയോഗിക്കും. പക്ഷെ ഇന്നത്തെ ഫോണൊന്നും അങ്ങനെ പറ്റില്ല. അപ്പൊ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് അവര് ഈ ഗ്രൗണ്ടിൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത്രയും നല്ലൊരു ഫോൺ, കാരണം റേഞ്ച് നന്നായിട്ട് പിടിക്കുന്ന, എത്ര വട്ടം നിലത്ത് ചാടിയാലും അതുപോലെ തന്നെ എടുത്ത് സെറ്റ് ചെയ്തിട്ട് വീണ്ടും ഹലോ ഫോൺ നിലത്ത് ചാടിയതാന്ന് പറയാൻ പറ്റുന്ന ആ ഫോൺ. ഇന്ന് ഫോൺ നിലത്ത് ചാടി ആ ഫോണിന്റെ പരിപാടി കഴിഞ്ഞു. പിന്നെ ഷോപ്പിൽ പോയി നന്നാക്കി, അല്ലെങ്കിൽ വേറെ മേടിച്ചിട്ട് വേണം എവിടെയാണോ പറഞ്ഞു വെച്ചത് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ. പക്ഷെ നോക്കിയുടെ ഫോണിന് ആവശ്യമില്ല. എവിടെയാണോ നിർത്തി അപ്പൊ തന്നെ എടുത്ത് സെറ്റ് ചെയ്തിട്ട് റെഡിയാക്കി, മുത്തേടാ ഫോൺ നിലത്ത് ചാടി പോയായിരുന്നു, അത് സെറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞ് തുടങ്ങാം. പക്ഷെ ഇന്ന് വിപണിയിലില്ല, മാർക്കറ്റിലില്ല, ഗ്രൗണ്ടിലില്ല. എന്താണ്? അവര് കാലഘട്ടത്തിനനുസരിച്ച് മാറാൻ തയ്യാറായില്ല, അപ്പോൾ കാലഹരണപ്പെട്ടു. സാറിനെ എഫക്ട് ചെയ്ത് ഞങ്ങളുടെ കൂടെ, അല്ലെങ്കിൽ സാറെ ഞങ്ങളുടെ കൂടെ കൂട്ടുന്ന ഒരു വ്യക്തി തന്നെയാണ്. അപ്പൊ സുദിനത്തില് നല്ലൊരു അറിവുകൾ കിട്ടാനും കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് നമുക്ക് എല്ലാവർക്കും നല്ല അച്ചീവ്മെന്റ് എടുക്കാനും ഉണ്ടാവാനും എല്ലാവർക്കും നന്മ ാണ്. അതോടൊപ്പം നമ്മൾ നല്ലോണം ആസ്വദിക്കുക. നമ്മുടെ ഇന്നത്തെ കൺക്ലൂഡ് ചെയ്തിട്ട് ഞാൻ നിർത്തുകയാണ്. എന്തായാലും സാറിനെ ക്ഷണിക്കാം. സാർ. ഓക്കെ താങ്ക് യു സരിത മാഡം. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു, വിജയാശംസകൾ നേരുക. ഇന്നത്തെ സുപ്രഭാതത്തിൽ പുതിയൊരു സബ്ജക്റ്റുമായിട്ട് നമ്മുടെ യുനസ് ഭായ് എന്ന് വിളിക്കുന്ന നമ്മുടെ സഹോദരൻ, ചിരിയുടെ രാജകുമാരൻ, ഈ ബിസിനസിനെ ഹൃദയത്തിലേറ്റി 24 hours 24x7x365 എന്ന് പറയും പോലെ
എല്ലാ സമയത്തും ഭയാട്ടോറിയത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറായി ജാഗരൂകരായി നിൽക്കുന്ന, അതായത് കാറിലാണ് ഇരിക്കുന്നത്, ഇത് കഴിഞ്ഞ ഉടനെ അങ്ങോട്ട് ഇറങ്ങുകയാണ്. അതുപോലുള്ള ഒരു ലീഡറാണ് അദ്ദേഹം. അദ്ദേഹം ഇന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു സബ്ജക്റ്റാണ് ഇവിടെ അവതരിപ്പിച്ചത്. എന്തുകൊണ്ടാണ് നമ്മൾ ജീവിതത്തിൽ വിജയിക്കാതെ പോകുന്നത് എന്നുള്ളതാണ്. 4 അക്ഷരമാണ് എന്നത്. FEAR. ഈ 4 അക്ഷരമാണ് നമുക്ക് ഇടുന്നതാണ്. ആനക്ക് കൂച്ചുവിലങ്ങിട്ട് നമ്മൾ കെട്ടിയിടും പോലെ, ചെറിയൊരു ചങ്ങല കൊണ്ട് വലിയ ആനയെ തളക്കും പോലെ, മനുഷ്യ ജീവിതത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഉന്നതങ്ങളിലേക്ക് എത്തിപ്പെടാതെ പോകുന്നതിനുള്ള ഏറ്റവും പ്രധാന കാരണം ഈ ഫിയർ ആണ്, ഭയമാണ്. ഈ ഭയം എങ്ങനെയാണ് നമ്മളിലേക്ക് എത്തിയത്? നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ എന്താ പറയുക, ഈ സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന ഒരു കാര്യമാണ്. ചെറുപ്പത്തിൽ തന്നെ നമ്മൾ ജനിച്ചു വളർന്നപ്പോൾ കിട്ടുന്ന, എല്ലാവരിലേക്കും അത് അറിഞ്ഞോ അറിയാതെ എത്തിപ്പെടുന്ന ഒരു സംഭവമാണ് ഭയം എന്ന് പറയുന്നത്. കൊച്ചുകുട്ടി ആയിരിക്കുമ്പോൾ തുടങ്ങുന്ന ഭയം. അദ്ദേഹം എല്ലാം ഇവിടെ സൂചിപ്പിച്ചു വരും അതിനെ കുറിച്ച്, അല്ലെ? അത് അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റെടുക്കുകയാണ്. അത് തുടരരുത്, ഇത് ചെയ്യരുത്, അങ്ങോട്ട് നോക്കരുത്, ഇങ്ങോട്ട് നോക്കരുത്, അല്ലെ? ഓടരുത്, ഓടിക്കഴിഞ്ഞാൽ വീഴും. മനസ്സിലായി? കുട്ടികളോടൊക്കെ പറയാം ഓടരുത്, നടക്കണം, അല്ലെ? എല്ലാത്തിനും നമ്മളിങ്ങനെ കൂച്ചുവിലങ്ങ് ഇട്ടുകൊണ്ടിരിക്കും. അപ്പൊ ആ കൂച്ചുവിലങ്ങ് നമ്മൾ അറിയാതെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റെടുക്കുമ്പോൾ ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നലുകള് അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ മനസ്സിലേക്ക് പതിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ ശ്രമിക്കാത്തതും, അതുകൊണ്ട് തന്നെയാണ് പരാജയപ്പെടുന്നത് ജീവിതത്തിൽ. നമുക്കതൊന്നും പറ്റില്ല, നമ്മളെല്ലാം പാവപ്പെട്ടവരാണ്, നമുക്ക് ഇതൊന്നും പറ്റില്ല, ഇതൊന്നും പറ്റില്ല, ഇതൊന്നും പറ്റില്ല, അല്ലെ? അതൊക്കെ അവർക്കേ പറ്റുള്ളൂ, ഇവർക്കേ പറ്റുള്ളൂ എന്നുള്ള ഒരു അടിച്ചേൽപ്പിക്കല് നമ്മുടെ സമൂഹത്തിലുണ്ട്. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ആ ചങ്ങലകൾ പൊട്ടിച്ച് പുറത്തേക്ക് ആരൊക്കെ വരുന്നുണ്ടോ അവർക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റും. എല്ലാവർക്കും ഒരേ കഴിവ് തന്നെയാണ് പടച്ചതമ്പുരാൻ കൊടുത്തിട്ടുള്ളത്. മനസ്സിലായ? ഒരേ കഴിവ്. ചില ആൾക്ക് എന്തെങ്കിലും കഴിവ് കേട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന് പകരം വേറൊരു ഇരട്ടി കഴിവ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? ചിലക്ക് ഫിസിക്കലി എന്തെങ്കിലും ചില കുറവുണ്ടെങ്കിൽ അതിനേക്കാൾ മാനസികാരോഗ്യവും, അല്ലെങ്കിൽ വേറെ പാട്ടുപാടാനുള്ള കഴിവോ, അല്ലെങ്കിൽ വേറെന്തെങ്കിലുള്ള കഴിവോ, വേറെന്തെങ്കിലും കഴിവ് ദൈവം കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ കഴിവുകൾ നമ്മൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുമ്പോൾ നമ്മൾ ഈ ഭയത്തെ അങ്ങോട്ട് മാറ്റി നിർത്തണം എന്നുള്ളതാണ്. ഭയത്തെ ആരൊക്കെ മാറ്റി നിർത്തുന്നുണ്ടോ എനിക്കത് സാധിക്കും എന്നുള്ള ഒരു വിശ്വാസം, ഒരു കോൺഫിഡൻസ് നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കണം. അത് പുറത്തുനിന്ന് ആരും തരില്ല. മനസ്സിലായ? ഈ ഭയത്തെ മാറ്റാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ സ്വയം എനിക്കത് സാധിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിന് കൊടുക്കാൻ വേണ്ടി സാധിക്കണം. അവിടെയാണ് നമ്മുടെ ഭയം മാറുന്നത്. അപ്പൊ സബ് കോൺഷ്യസ് മൈൻഡിന് പെട്ടെന്ന് ഏറ്റെടുക്കില്ല സബ് കോൺഷ്യസ് മൈൻഡ്, അല്ലെ? എല്ലാവർക്കും അറിയാം. അത് ആവർത്തിച്ച് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ബോധവൽക്കരിക്കണം. എനിക്ക് സാധിക്കും, ഐ ക്യാൻ ഡു ഇറ്റ്. മനസ്സിലായ? അഫർമേഷൻസ് എടുക്കണം. ഇത് ഓവർകം ചെയ്യാനുള്ള വഴിയാണ് ഞാൻ പറയുന്നത്. ഈ ഫിയർ ഓവർകം ചെയ്യാൻ എന്ത് ചെയ്യണം? അഫർമേഷൻസ് രാവിലെ എല്ലാ ദിവസവും അല്ലെങ്കിൽ രാത്രി കിടക്കുമ്പോഴായാലും അഫർമേഷൻസ് എടുത്തിട്ട് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ തയ്യാറാക്കുക എന്നുള്ളതാണ്. എനിക്കത് സാധിക്കും, ഐ ക്യാൻ ഡു ഇറ്റ്. മനസ്സിലായ? ടുഡേ ഈസ് മൈ ഡേ. ഇന്ന് എന്റെ ദിവസമാണ്. മനസ്സിലായില്ലേ? ഗോഡ് ഈസ് ഓൾവേസ് വിത്ത് മീ. ദൈവം എന്നോട് കൂടെയുണ്ട്. പിന്നെന്തിനാ ഞാൻ ഭയപ്പെടുന്നത്, അല്ലെ? പിന്നെന്തിനാ ഞാൻ ഭയപ്പെടുന്നത്? മനസ്സിലായ? ഐ ആം എ വിന്നർ. മനസ്സിലായ? ഐ ആം എ വിന്നർ. ഞാനൊരു വിജയിയാണ് എന്നുള്ളൊരു മനോഭാവം നിങ്ങൾക്ക് ഡെയിലി അഫർമേഷനിലൂടെ സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങളുടെ ഈ ഭയത്തെ മാറ്റാൻ വേണ്ടി സാധിക്കും. നിങ്ങൾക്ക് നല്ലൊരു അച്ചീവർ ആവാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. ഇതെല്ലാം നിങ്ങൾ സ്വയം ചെയ്യേണ്ടതാണ്. അതിനുവേണ്ടിയാണ് ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ തരുന്നത്. ഈ ക്ലാസ്സും കേട്ടിട്ട് ഇവിടെ കഴിഞ്ഞിട്ട് അത് ശരിയായില്ല യൂനസ് പറഞ്ഞത്, മനോജ് അങ്ങനെയല്ലായിരുന്നു പറയേണ്ടത്, വന്നിട്ട് ഇങ്ങനെ പറഞ്ഞാൽ കുറച്ചും കൂടെ നന്നാവുമായിരുന്നു എന്നൊക്കെ പറഞ്ഞത് നിങ്ങൾ കുറെ വിമർശനം നടത്തി വീണ്ടും നിങ്ങൾ അതേപോലെ തന്നെ ഓടക്കുഴലിൽ ഇങ്ങനെ പുറത്തേക്ക് എടുക്കുമ്പോൾ കഥ പറഞ്ഞൊക്കെ ഇതേപോലെ തന്നെ നടക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ പോവും. ഒരു മാറ്റവും ഉണ്ടാവില്ല. മനസ്സിലായ? അപ്പൊ വിജയിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ആദ്യം മാറാൻ തയ്യാറാകുക എന്നുള്ളതാണ്. ഇപ്പൊ നോളജ് വേണം, അല്ലെ? ഈ നോളജിൽ നിന്നാണ് നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാകുക. നോളജ് ഇല്ലെങ്കിൽ എന്തെങ്കിലും കോൺഫിഡൻസ് ഉണ്ടാവും? ഈ പ്രൊഡക്റ്റിനെ കുറിച്ചും ഈ ഇൻഡസ്ട്രിയെ കുറിച്ചും നമ്മുടെ വിവാട്ടോറിയത്തെ കുറിച്ചും ഇതിന്റെ സാധ്യതകളെ കുറിച്ചും ഒക്കെ നമുക്ക് നോളജ്. നിങ്ങൾ ഈ ഫീൽഡിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഒരു വഴിയായി അത് മുങ്ങിപ്പോകുന്ന കമ്പനിയാണ് കേട്ടോ. അത് അധികാരം ഒന്നും ഓടൂല. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വല്ലതും അറിയോ? ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഭയമായി. നല്ലൊരു ലീഡർ പറയാം വേറെ വല്ല കമ്പനിയെ നോക്കിക്കോ എന്ന് പറയുമ്പോ ഭയം വന്നു, ഇല്ലേ? അങ്ങനെയാണോ? അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ ഭയം വരുന്നത്?
കമ്പനിയെ കുറിച്ച് പഠിച്ചിട്ടില്ല നിങ്ങൾ കമ്പനിയുടെ ഓഫീസ് കണ്ടിട്ടില്ല, നിങ്ങൾ മാനുഫാക്ചറിങ് യൂണിറ്റ് കണ്ടിട്ടില്ല, നിങ്ങൾ മുംബൈ ഓഫീസ്, ദാദർ ഓഫീസ്, ഡൽഹി ഓഫീസ് ഒന്നും കണ്ടിട്ടില്ല നിങ്ങൾ. അപ്പൊ അല്ല, ഇതൊന്നും കാണാത്ത ഒരാൾ പറയാണ് അത് തട്ടിപ്പ് കമ്പനിയാണ്, ബോംബെ കമ്പനിയല്ലേ. ബോംബെ കമ്പനികളൊന്നും അധികം ഓടാറില്ല കേട്ടോ, അതൊക്കെ പൂട്ടിപ്പോകുന്ന സംഭവങ്ങളൊക്കെയാണ്. അപ്പൊ ഫിയർ വരുന്നു. അപ്പൊ ഫിയർ വരാതിരിക്കണമെങ്കിൽ നമുക്ക് എന്താ ഉണ്ടാകണം? നോളജ് ഉണ്ടാവണം. കമ്പനിയെ കുറിച്ചുള്ള നോളജ്, പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള നോളജ്, ഇൻഡസ്ട്രിയെ കുറിച്ചുള്ള നോളജ്. ഈ നോളജിൽ നിന്നാണ്, അറിവിൽ നിന്നാണ് നമുക്ക് ഊർജം കിട്ടുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ നല്ല അറിവ് നേടുക, അപ്പൊ അതിൽ നിന്ന് നമുക്കൊരു ഊർജം കിട്ടും. അപ്പൊ നമുക്ക് ഭയം ഉണ്ടാവില്ല. അതുപോലെ പ്രൊഡക്റ്റിനെ കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചാൽ, നാളെ ഒരാളെ കാണാൻ പോകാനുണ്ട് കേട്ടോ, അദ്ദേഹം ഒരു ഡോക്ടറാണ്. എനിക്ക് പറ്റില്ല, മറ്റേ വിനസ് ഭായിനെ വിളിച്ചു അല്ലെങ്കിൽ മറ്റേയാളെ വിളിച്ചു ഇല്ലേ, പറയാറില്ലേ? എന്തുകൊണ്ടാ ഭയം? അയാളോട് സംസാരിക്കാൻ ഭയമാ. എന്താ ഭയം വരാൻ കാരണം? ഒരു കുന്തും അറിയില്ല പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്. ഈ പ്രൊഡക്റ്റിന്റെ സയൻസ് എന്താണ്, ഇതെങ്ങനെയാണ് ബോഡിയിൽ വർക്ക് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം പറയാൻ അറിയണ്ടേ, അല്ലേ? ആ ഭയം മാറ്റിയെടുക്കണമെങ്കിൽ പ്രൊഡക്റ്റ് നോളജ് ഉണ്ടാവണം. പ്രൊഡക്റ്റ് നോളജ് ഉണ്ടായാലും ഏത് വമ്പന്റെ അടുത്ത്, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അടുത്ത് പോയിട്ട് നമുക്ക് സംസാരിക്കാലോ, ഇല്ലേ? അല്ലേ? ഇപ്പൊ ലതിക മാഡം പോയിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി സംസാരിച്ചല്ലോ, അല്ലേ? അപ്പൊ ഭയം ഉണ്ടാകാൻ പാടില്ല. ഭയം ഇല്ലാതിരിക്കണം, നോളജ് ഉണ്ടാവണം. ഈ പ്രൊഡക്റ്റിന്റെ ബേസിക് സയൻസ്. അല്ലാണ്ട് നിങ്ങൾ വലിയ ഡോക്ടറേറ്റ് ഒന്നും എടുക്കണ്ട ഇതിനകത്ത്. ഞാൻ ചെയ്ത വഴികളാ പറയണം. ഞാൻ പ്രൊഡക്റ്റിനെ കുറിച്ച് വലിയ അറിവൊന്നും ഇവിടെ തരാൻ ആരുമില്ല അന്ന്. അതിന് റാഷി സലീമായിട്ട് ബന്ധപ്പെട്ടു. എനിക്ക് കുറച്ച് ഹിന്ദി അറിയുന്നുണ്ട്. അദ്ദേഹം പറയുന്ന ഹിന്ദികളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി, ഹിന്ദി വീഡിയോസ് ഒക്കെ കണ്ട്, ഇത് കിട്ടിയ ആളുകൾക്ക്, കൊടുത്ത ആളുകൾക്ക്, ഉപയോഗിച്ച ആളുകൾക്ക് റിസൾട്ടുകളൊക്കെ ഞാൻ മനസ്സിലാക്കി, ഞാൻ സ്വയം പഠിച്ചെടുത്ത്, മനസ്സിലായ, അതെല്ലാം നോട്ട് ചെയ്ത് വെച്ച് സൂം മീറ്റിങ്ങുകൾ നടത്തി. ആ സൂം മീറ്റിങ്ങുകളിലൂടെ ഞാനിങ്ങനെ പറയാൻ തുടങ്ങി. പറയുമ്പോൾ കുറെ തെറ്റുകളൊക്കെ വരും, കുറെ കാര്യങ്ങൾ വിട്ടുപോകും. വീണ്ടും അടുത്ത സൂം മീറ്റിംഗ് എടുക്കും, അതും കൂടി കൂട്ടിച്ചേർക്കും. ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ച്, മനസ്സിലായില്ലേ? അങ്ങനെ ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ടാണ് ഈ വിജയം ഉണ്ടാക്കിയത്. ഫീൽഡിലേക്ക് ഇറങ്ങാത്ത ഒരാൾക്കും വിജയം ഉണ്ടാവില്ല കേട്ടോ. ഇതെല്ലാം അറിയാം. നോളജ് ഉണ്ട്, പവർ ഉണ്ട്, ഫിയർ ഇല്ല, മറ്റതില്ല, ഒന്നുമില്ല. വീട്ടിൽ കയറി ഇരുന്നാൽ ഒന്നും ബയോട്ടോറിയത്തിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റില്ല. വിയർപ്പ് തുള്ളികൾ ഒഴുകണം പുറത്തേക്ക്. മനസ്സിലാവുന്നുണ്ടോ? വിയർക്കണം പുഷ്കരൻ സാറേ. അപ്പോ വിയർപ്പ് തുള്ളികൾ ഒഴുകിയാൽ മാത്രമേ പണം വരുള്ളൂ. പണം നോക്കും. മഹാലക്ഷ്മി വരുമ്പോൾ നോക്കും അയാൾ എന്താ ചെയ്തത് നോക്കും. ചെയ്തതിനനുസരിച്ചേ കാശ് വരുള്ളൂ കേട്ടാ. അതുകൊണ്ട് നമുക്ക് വിജയിക്കണമെങ്കിൽ നമ്മൾ ഫീൽഡിലേക്ക് ഇറങ്ങി പണിയെടുക്കാൻ തയ്യാറാണ്. കറക്റ്റായിട്ട് പണിയെടുക്കണം. എപ്പോഴും പണിയെടുത്തുകൊണ്ടിരിക്കണം. ഏത് ലീഡർ ആയാലും, എന്ത് കൊലക്കൊമ്പൻ ലീഡർ ആയാലും, അവ വീട്ടിലിരുന്നാൽ ടീം കുറെ നാൾ കഴിയുമ്പോൾ ടീം ഉണ്ടാവില്ല. അപ്പൊ എപ്പോഴും നമ്മൾ ഫീൽഡിൽ ഇറങ്ങുക, ആളുകൾക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക, അവരുടെ ഭയം മാറ്റി കൊടുക്കുക. അവർക്കും ഭയം ഉണ്ടാവും ഇതൊക്കെ കേൾക്കുമ്പോൾ, മനസ്സിലായില്ലേ? അവരുടെ ഭയം കൂടെ മാറ്റി കൊടുക്കുക. ഇതൊക്കെ ഇങ്ങനെ സാധിക്കുമോ? ഈ പ്രൊഡക്റ്റ് ഇന്നലെ രാത്രി 11 മണിയാകുമ്പോൾ എന്നെ ഒരാൾ വിളിച്ചിട്ട് കുറെ കാര്യങ്ങൾ ചോദിച്ചു. അദ്ദേഹം പാലക്കാട് നിന്നാണ് വിളിക്കുന്നത്. പക്ഷെ അദ്ദേഹം പാലക്കാട് സ്വദേശിയാണ്. പക്ഷെ ചോറ്റാനിക്കരയിലും അദ്ദേഹം താമസിക്കുന്നുണ്ട്, ബിസിനസ്സുമായിട്ട് വന്നിട്ട്. അടുത്ത ദിവസം വരും. എന്തായാലും ഇന്നലെ തന്നെ പ്രൊഡക്റ്റ് എടുത്തിട്ടുണ്ട്. ഒരു 100 PV പ്രൊഡക്റ്റ് അദ്ദേഹം ഇന്നലെ അവിടെ എടുത്തു വെച്ചു. അപ്പൊ ഭാര്യയുണ്ട്. ഭാര്യക്കും കുറെ സംശയങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാ സംശയങ്ങളും രാത്രി തീർത്തു കൊടുത്തിട്ടുണ്ട്. അപ്പോ വന്ന ഉടനെ എന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നല്ലൊരു ടീം ബിൽഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ പ്രഭാകരൻ സാറിന്റെ മകൻ നിഖിലാണ് എന്നെ ഇന്നലെ വിളിച്ച് അദ്ദേഹമായിട്ട് സംസാരിപ്പിച്ചത് രാത്രിയിൽ. അപ്പൊ എല്ലാ സംശയങ്ങൾക്കും അദ്ദേഹത്തിന് മറുപടി കൊടുക്കാൻ വേണ്ടി സാധിച്ചു. നിഖിലിനെ അറിയാത്തത് കൊണ്ടല്ല കേട്ടാ എന്നെ വിളിച്ചത്. നിഖിൽ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യും. പക്ഷെ ഒന്ന് പരിചയപ്പെടുത്തിയാണ്. ചോറ്റാനിക്കരയാണെന്ന് പറഞ്ഞപ്പോ തൃപ്പൂണിത്തുറ ഇങ്ങനെ ഒരാളുണ്ട് എന്ന് പറഞ്ഞപ്പോ തൃപ്പൂണിത്തുറയോ അതെവിടെയാണെന്ന് ചോദിച്ചു അദ്ദേഹം. അപ്പൊ അറിയാനുള്ള ഒരു ജിജ്ഞാസ ഉണ്ടായി. അപ്പൊ ഞാൻ സ്ഥലങ്ങളൊക്കെ പറഞ്ഞു, പരസ്പരം പരിചയപ്പെട്ടു, മനസ്സിലായ കാര്യങ്ങൾ. അപ്പൊ എന്റേതായ രീതിയിൽ പിന്നെ ഞാൻ വിടൂല്ലോ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ. അപ്പോ എന്റേതായ രീതിയിലുള്ള കുറെ സയൻസുകൾ പറഞ്ഞപ്പോ അദ്ദേഹത്തിന് കുറെ സംശയങ്ങൾ ഉണ്ടായി. അതിനൊക്കെ മറുപടി കൊടുത്തു. അതിന് നമുക്ക് കൃത്യമായിട്ട് ഭയമില്ലാതെ ഒരാളോട് സംസാരിക്കാൻ പറ്റും. നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ അറിയുന്നത് പോലെ സംസാരിക്കുക എന്നുള്ളതാണ്. അറിയാത്ത കാര്യങ്ങളെ കുറിച്ചൊന്നും നിങ്ങൾ പറയരുത്. മനസ്സിലായില്ലേ? നാനോ ടെക്നോളജി അനുസരിച്ചായപ്പോൾ എന്താണ് നാനോ ടെക്നോളജി എന്ന് തിരിച്ച് ഇങ്ങോട്ട് ചോദിച്ചാൽ ഇങ്ങനെ തല ചൊറിഞ്ഞിട്ട് ഞാനത് പിന്നെ പറഞ്ഞു തരാം എന്ന് പറയരുത്. നിങ്ങൾ നാനോ ടെക്നോളജിയിൽ BH നാനോ ടെക്നോളജി അനുസരിച്ചാണ് നമ്മുടെ മാഗ്നറ്റിന്റെ പവർ കൂട്ടിയിരിക്കും. അയാൾ എന്താണ് മോനെ ഈ നാനോ ടെക്നോളജി എന്ന് ചോദിക്കുമ്പോൾ മിണ്ടാതിരുന്നാൽ തീർന്ന്, എല്ലാം കഴിഞ്ഞ്, കച്ചവടം കഴിഞ്ഞ്, ബിസിനസ്സും കഴിഞ്ഞ്, നിങ്ങളുടെ ഇമേജ് തീർന്നു. മനസ്സിലായ? അതുകൊണ്ട്
ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കണം. ആ പഠിത്തത്തിൽ നോളജിൽ നിന്നാണ് നമുക്ക് എന്തുണ്ടാകുക, ഒരു പവർ ഉണ്ട്, ഒരു കോൺഫിഡൻസ് ഉണ്ടാകുക, ഭയം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം. മറ്റുള്ളവർക്ക് ഇങ്ങോട്ട് ചോദ്യം ചെയ്യാൻ ഒരു വാക്കും അതിനകത്ത് ഉണ്ടാവാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ്. ഇനി അങ്ങനത്തെ വാക്ക് വന്നാൽ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് ഉത്തരം പറയാൻ നമ്മൾക്ക് അറിയണം. ഇനി അറിയാത്ത ആരും ഉണ്ടെങ്കിൽ എന്നെ വാട്സാപ്പിൽ അയച്ചാൽ മതി, ഞാൻ അവർക്ക് വാട്സാപ്പിൽ അയച്ചു തരാം കേട്ടോ. അപ്പോ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട് ഇതിനകത്ത് സംസാരിക്കുമ്പോൾ. വടി കൊടുത്ത് അടി മേടിക്കരുത് നമുക്ക് പറയാറുണ്ടല്ലോ, ഇല്ലേ? അപ്പോ ആ രീതിയിൽ നമുക്ക് ഭയമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുമെങ്കിൽ നമുക്ക് ലോകം കീഴടക്കാൻ പറ്റും. ഭയപ്പെട്ടവൻ എവിടെയും വിജയിച്ചിട്ടില്ല എന്റെ പൊന്നു സുഹൃത്തുക്കളെ. ഭയപ്പെട്ടവൻ ലോകത്തെവിടെയും വിജയിച്ചിട്ടില്ല. വീണെടുത്തുനിന്ന് വീണുപോകും ചിലപ്പോ. വീണെടുക്കുന്ന എഴുന്നേൽക്കാനുള്ള ആർജവം ഉണ്ടാകണം എന്നുള്ളതാണ്. വീണെടുത്ത് അവിടെ വീണ് കിടന്നിട്ട് കരഞ്ഞതിനെ കൊണ്ടൊന്നും കാര്യമില്ല എന്റെ ലതിക മേഡം, മനസ്സിലായ? കരച്ചിലൊന്നും ഒന്നിനൊരു പരിഹാരമല്ല, മനസ്സിലായ? എഴുന്നേറ്റ് പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കണം നിങ്ങള്, മനസ്സിലായ? വീണെടുക്കുന്ന എഴുന്നേക്കണം. ആവേശത്തോടെ പടപൊരുതിയവർ മാത്രമേ ലോകത്ത് വിജയിച്ചിട്ടുള്ളൂ. നീ ഇല്ലെങ്കിൽ നീ പൊക്കോ, അടുത്ത ആളുകൾ ഞാൻ ചെയ്ത് ബിസിനസ് ഇതിനെ കാണിച്ചു തരാന്നുള്ള ഒരു ആവേശം ഉണ്ടാവണം നമുക്ക്, മനസ്സിലായ? അപ്പോ അവിടുന്ന് ചിലപ്പോ വീഴും, അവിടുന്ന് വീഴുമ്പോൾ കൂടുതൽ ആവേശം ഉണ്ടാകണം. അങ്ങനെ ഞാൻ എത്രയോ ബിസിനസ് ചെയ്തു, പലതും ചെയ്തു. റീജിയണൽ ബിസിനസ് ചെയ്തു, നെറ്റ്വർക്ക് ഡയറക്ട് സെല്ലിംഗ് മാർക്കറ്റിംഗ് ചെയ്തു. എല്ലാം പരാജയപ്പെട്ടു 22 വർഷം വാടക താമസിച്ചിന് ജീവിതമില്ല, ഇനി ഒരു സ്വന്തം വീട്ടിൽ താമസിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്താഗതിയുമായിട്ട് നടന്നപ്പോ എന്നോട് പലരും പറഞ്ഞു, നമ്മുടെ സർക്കാരിന്റെ വീട് കിട്ടുന്ന സംവിധാനമുണ്ട്, 4 ലക്ഷം രൂപ കിട്ടുമെന്നൊക്കെ പറഞ്ഞു. അതിനൊരു അപേക്ഷ കൊടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു കൊടുക്കില്ല അപേക്ഷ, മനസ്സിലായില്ലേ? സ്ഥലമെങ്കിലും അതുമില്ല. ഇനി അതെങ്ങനെയെങ്കിലും എവിടെയെങ്കിലും മലയോരത്തെങ്കിലും ഗ്രാമപ്രദേശത്തിൽ എവിടെയെങ്കിലും പോയിട്ട് 3 സെന്റ് സ്ഥലം മേടിച്ചിട്ട് അപേക്ഷ കൊടുത്തിട്ട് അതിലെങ്കിലും ഒരു വീട് വെച്ച് താമസിക്കാൻ നോക്ക എന്റെ മനോജ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് അങ്ങനത്തെ വീട്, മനസ്സിലായ? അത് മോശം എന്നല്ല പറയുന്നത് കേട്ടാ, അത് ആരെയും കുറ്റപ്പെടുത്തി പറയുന്നതല്ല. എനിക്ക് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് വാങ്ങുന്നവർ മോശക്കാരൊന്നും അല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, മനസ്സിലായില്ലേ? പ്ലീസ് അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. എനിക്കതിനേക്കാൾ കൂടുതൽ വലിയ സ്വപ്നം ഉണ്ടായിരുന്നു, നേടണം എന്നുള്ളൊരു വാശി ഉണ്ടായിരുന്നു, ആവേശം ഉണ്ടായിരുന്നു എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ. യൂനുസ് സാറ് പറഞ്ഞണക്കെ വലിയ വണ്ണവും തടിയും ഒന്നും ഗ്ലാമറും ഒന്നും വേണ്ട ഇതിന്, മനസ്സിലായ? ഒന്നും വേണ്ട, ഒന്നുമില്ലാത്ത ഈ പച്ച മനുഷ്യനിൽ ഉള്ളിൽ തീ ഉണ്ടായിരുന്നുള്ളതാണ്. അടങ്ങാത്ത തീ, ഒടുങ്ങാത്ത ആവേശം നിങ്ങളിൽ ഉണ്ടാകണം എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ. ആര് തകർക്കാൻ വേണ്ടി ശ്രമിച്ചാലും അതിന്റെ മുമ്പിൽ വിജയിച്ച് അടങ്ങും, ഒരു വാശി ഉണ്ടാകണം. പ്രഭാകരൻ സാറെ, ബയട്ടോറിയത്തിലൂടെ 1 കോടി മേടിച്ച് ഞാൻ അടങ്ങുന്നുള്ള വാശി ഉണ്ടാകണം, മനസ്സിലായ പുഷ്കരൻ സാറെ? ആര് കളിയാക്കിയാലും പൂച്ചിച്ചാലും വേണ്ടില്ല, ഞാനത് വാങ്ങുന്ന ഒരു ദിവസം നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ സ്വപ്നം കാണണം. 1 കോടി രൂപ അടിച്ചുകൊണ്ട് നിങ്ങൾ നമ്മളെ ഇല്ലേ ആ ടീം മീറ്റിങ്ങിൽ വെച്ചിട്ട്, ആ പ്രോഗ്രാമിൽ വെച്ച് നിങ്ങൾ സ്റ്റേജിലേക്ക് വിളിച്ച് ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ടാവും ഇല്ലേ? നല്ല തൊപ്പിയൊക്കെ വെച്ചിട്ട് പഞ്ചവാദ്യത്തോട് കൂടിയിട്ട് നിങ്ങൾ സ്റ്റേജിലേക്ക് കൊണ്ടുവന്ന് ആദരിച്ചിട്ടില്ലേ? നിങ്ങളെ ഫാമിലി, ഭാര്യയും കുട്ടികളൊക്കെ അവിടെ വന്നിട്ട് ഇല്ലേ? ആ രംഗമൊന്ന് നിങ്ങൾ എപ്പോഴും മനസ്സ് കണ്ടുകൊണ്ടിരിക്കണം. അതിനൊരു ഡേറ്റ് നിങ്ങൾ മനസ്സിൽ കുറിക്കണം, മനസ്സിലായ? അതിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഈ പ്രകൃതി ശക്തി നിങ്ങൾ അവിടത്തേക്ക് എത്തിക്കും. ഈ പ്രകൃതി ശക്തി എത്തിക്കും. ഇവിടെ പലരും അങ്ങനെ ഒരു കാൽക്കുലേഷനും ഇല്ല. നിങ്ങൾ 1 കോടി അടിക്കുന്ന ദിവസം ഇന്ന് വരെ കണ്ടിട്ടുണ്ടോ ഭഗത് സാറെ? മനസ്സിലെ ഇല്ല, കണ്ടിട്ടില്ല, ഇന്നും കണ്ടിട്ടില്ല. മനസ്സിലായ? നിങ്ങൾ 1 കോടി അടിക്കുന്ന ദിവസം ഇല്ലേ? 2026 അല്ലേ? ഒക്ടോബർ 5-ാം തീയതി അല്ലെങ്കിൽ ഇന്ന മാസം അല്ലെങ്കിൽ ജനുവരി 10-ാം തീയതി ഞാൻ 1 കോടി രൂപ അടിച്ചിട്ട് തൃശ്ശൂർ പേൾ റീജൻസിയിൽ നമ്മളെ ടീം അംഗങ്ങൾ മുഴുവൻ വന്നിട്ട് നിങ്ങളെയും ഭാര്യയെയും കൂടെ സ്റ്റേജിലേക്ക് നിർത്തി പൊന്നാടി അണിച്ച് അല്ലെ കെട്ടിപ്പിടിക്കുന്ന രംഗം ഭഗത് സാർ അച്ചീവ്ഡ് 1 CR അല്ലെ എന്ന് പറയുന്ന ആ സ്റ്റേജ് നിങ്ങൾ ഓർക്കണം. ആ ഒരു മൈൽ സ്റ്റോൺ അവിടത്തേക്കായിരിക്കണം നിങ്ങളുടെ യാത്ര എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഭയം ഉണ്ടാവില്ല, ഒരു ഭയപ്പാടും ഉണ്ടാവില്ല, ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. നിങ്ങളുടെ കൂടെ വന്ന ആൾ എത്ര ആൾ നിർത്തിപ്പോയാലും ഒരു പ്രശ്നം ഉണ്ടാവില്ല. ആ പോയിന്റിലേക്ക് നിങ്ങൾ ഈ പ്രകൃതി ശക്തി എത്തിക്കും. അതിനുള്ള ആവേശ ഊർജവും നിങ്ങൾക്ക് ഉണ്ടാകണം എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ. അതായിരിക്കണം ലക്ഷ്യം എന്ന് പറയുന്നത്, മനസ്സിലായ? അപ്പൊ ഈ ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ഭയപ്പെട്ടവരാരും ലോകത്ത് വിജയിച്ചിട്ടില്ല, മനസ്സിലായില്ലേ? നെപ്പോളിയൻ ചക്രവർത്തിയുടെ ചരിത്രം നമുക്കറിയാം ഇല്ലേ? വെറും ഒരു പട്ടാളക്കാരൻ, അദ്ദേഹം ചെയ്ത യുദ്ധം മുഴുവൻ പരാജയപ്പെട്ടുകൊണ്ടേയിരുന്നു. എല്ലാം പരാജയത്തിന്റെ അവസാനത്തെ 2 അക്ഷരം നിങ്ങൾ വായിച്ചു നോക്കൂ ഇല്ലേ? നമ്മൾ പരാജയം എന്ന് പറഞ്ഞാൽ അതിന്റെ അവസാനത്തെ 2 അക്ഷരങ്ങൾ ജയമാണ്, വിജയമാണ്. പരാജയമില്ലാതെ വിജയിക്കാൻ പറ്റില്ല. ഫെയിലിയർ ടു ഫെയിലിയർ അല്ലെ? ഫെയിലിയറിൽ നിന്നാണ് നമ്മൾ സക്സസിലേക്ക് പോവുക എന്നുള്ളതാണ്, മനസ്സിലായ? അപ്പോ
അദ്ദേഹം എല്ലാ യുദ്ധങ്ങളും പരാജയപ്പെട്ടു. അവസാനം അദ്ദേഹം എന്ത് ചെയ്തു? നമ്മളെ കപ്പൽ കത്തിച്ച ചരിത്രം പറയും പോലെ ഇല്ലേ, ഒരു യുദ്ധത്തിൽ പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ യുദ്ധം തുടങ്ങുമ്പോൾ തന്നെ എല്ലാവരും നമ്മൾ തോക്കുമെന്ന് വെച്ച് വേറെ കുറച്ച് യുദ്ധം ചെയ്ത് നേരെ കപ്പലിൽ പോയി കയറുക രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, സൈനികർ മുഴുവൻ. അപ്പൊ യുദ്ധം തോക്കും സ്വാഭാവികമായിട്ടും. കപ്പൽ കത്തിച്ച് യുദ്ധം ചെയ്തു. കപ്പൽ കത്തിച്ച് യുദ്ധം ചെയ്യാന്ന് പറയാറില്ലേ നമ്മള്? കപ്പൽ കത്തിച്ച് യുദ്ധം ചെയ്താൽ സൈനികർക്ക് തിരിച്ചു പോകാൻ പറ്റുമോ? ഒന്നിക്കിൽ മരണം അല്ലെങ്കിൽ വിജയം, അല്ലെ? ആ യുദ്ധത്തിൽ വിജയിച്ചാൽ അവർക്ക് ജീവൻ ഉണ്ടാവും, പരാജയപ്പെട്ടാൽ എല്ലാവരും ചാവും. അപ്പൊ എന്ത് ചെയ്യണം? വിജയിച്ചേ പറ്റുള്ളൂ എന്നുള്ള സ്ഥിതി വന്നപ്പോ യുദ്ധത്തിൽ വിജയിക്കാൻ വേണ്ടി സാധിച്ചു, ഇല്ലേ? അങ്ങനെ ആ ചെറുപ്പക്കാരനായ നെപ്പോളിയൻ ചക്രവർത്തി ലോകം മുഴുവൻ കീഴടക്കാൻ വേണ്ടി സാധിച്ച ഒരു ചക്രവർത്തിയാണ് നെപ്പോളിയൻ ചക്രവർത്തിയായി മാറിയത്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. അതുവരെ എല്ലാം പരാജയമായിരുന്നു. അതുകൊണ്ട് അതിൽ പരാജയപ്പെട്ടു, ഇതിൽ പരാജയപ്പെട്ടു, മറ്റൊരു പരാജയപ്പെട്ടു എന്ന് വിചാരിച്ച് ആരും നിൽക്കണ്ട. ആത്മാർത്ഥമായിട്ട് ഇത് ഏറ്റെടുക്കാനുള്ള ആവേശവും ഊർജവും മനസ്സാന്നിധ്യവും കാണിക്കുകയാണെങ്കിൽ ചാക്കോ സാറേ, വരും ദിവസങ്ങളിൽ ചാക്കോ സാറും കോടീശ്വര പദവിയിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതിനെത്താൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കട്ടെ. അതിനുള്ള ഊർജവും ശക്തിയും ആവേശവും മനസ്സും ഈശ്വരൻ നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്. ജയ് ഹിന്ദ്, ജയ് ഈ